ഹലോ ഹലോ വിവാൻ എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. വിംബിൾ അക്കാദമിയുടെ കീഴിലായിട്ട് സംഘടിപ്പിക്കുന്ന സൈക്കോ തെറാപ്പിയുടെ ഒരു സീരീസ് നമ്മൾ കണ്ടിന്യൂ ചെയ്തു വരികയാണ്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി വ്യത്യസ്തമായിട്ടുള്ള സൈക്കോ തെറാപ്പികളെ കുറിച്ചിട്ടുള്ള ഡിസ്കഷൻസ് ആണ് നമ്മൾ നടത്തി വരുന്നത്. ഇന്ന് ഒരു ഡിഫറെൻറ്റ് തെറാപ്പിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മെൻ്റൽ ഹെൽത്ത് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളവും തീർച്ചയായിട്ടും കാലത്തിനനുസരിച്ച് കൂടുതൽ നോളജുകൾ അക്വയർ ചെയ്യുക, സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കൾച്ചറൽ ട്രാൻസ്ഫോർമേഷൻ ആയി കഴിഞ്ഞു കഴിഞ്ഞാലും അതേപോലെ തന്നെ ടെക്നോളജിക്കലി ഉള്ള മാറ്റങ്ങളായി കഴിഞ്ഞാലും സോഷ്യലി ഉള്ള വ്യത്യാസങ്ങളായി കഴിഞ്ഞാലും ഒക്കെ കൃത്യമായിട്ട് നിരീക്ഷിച്ചുകൊണ്ട് തന്നെ എങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ സമൂഹത്തെ സേവിക്കാനുള്ള അവസരങ്ങളുണ്ടെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് നമ്മൾ ആ രീതിയിൽ മുന്നോട്ട് പോകേണ്ടതുണ്ട്. കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ചില ഡിസോർഡറുകൾ ഒരുപക്ഷെ നമ്മുടെ DSM-ലേക്കോ ICD-യിലേക്കോ ഒക്കെ പുതുതായിട്ട് കടന്നു വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ റിവൈസ് ചെയ്യുന്നത്. DSM-5, DSM-5TR, ICD ആയി കഴിഞ്ഞാൽ 9, 10 എന്നൊക്കെ പറഞ്ഞ് പുതിയ ഡിസോർഡറുകൾ കടന്നു വരുന്നു. ചില ഡിസോർഡറുകൾ അല്ലാതായിട്ട് മാറുന്നു. അപ്പോൾ തീർച്ചയായിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? വ്യത്യാസങ്ങളുണ്ട്. ഓരോ സമൂഹത്തിനനുസരിച്ച് മാറ്റങ്ങളുണ്ട്. ചില രാജ്യങ്ങളിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകാം. അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ നമ്മൾ സമീപിക്കുന്ന അപ്രോച്ചുകളിൽ വ്യത്യാസം ഉണ്ടാകും. ഈവൻ കൗൺസിലിങ്ങിനെ കുറിച്ചിട്ടുള്ള ധാരണകൾ ചിലപ്പോൾ ചില സമൂഹങ്ങളിൽ വ്യത്യാസങ്ങളുണ്ട്, ചില രാജ്യങ്ങൾക്കനുസരിച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാവും. അതിനനുസരിച്ച് നമ്മുടെ അപ്രോച്ചുകൾ നമുക്ക് വ്യത്യാസപ്പെടുത്തേണ്ടതുണ്ട്. അപ്പൊ ഇതെല്ലാം കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ പഠിച്ചു വെക്കുന്ന പല തെറാപ്പികളും കൗൺസിലിംഗ് സ്കിൽസുകളും ഒക്കെ തീർച്ചയായിട്ടും അതിനെ നമ്മൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ തെറാപ്പികൾ നമുക്ക് നൽകാൻ സാധിക്കണം. സ്കിൽഡ് ആവുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. നമ്മൾ സൈക്കോളജി PG കഴിഞ്ഞു, അതല്ലെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനുകളൊക്കെ നമ്മൾ നേടി എന്ന് പറയുമ്പോൾ തന്നെ അത് കൃത്യമായിട്ട് ആ സ്കിൽസുകളെ നവീകരിക്കുക, ആ തെറാപ്പികൾ കൃത്യമായിട്ട് നമുക്ക് അവരിലേക്ക് നൽകാൻ നമുക്ക് സാധിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ആ രീതിയിൽ നമുക്ക് കുറച്ചധികം തെറാപ്പികൾ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തു പോകുന്നുണ്ട്. ഏതെങ്കിലും ഒരു തെറാപ്പിയെങ്കിലും ആഴത്തിൽ ഇൻഡെപ്തിൽ നമ്മൾ പഠിക്കുകയും അത് നമ്മൾ നമ്മുടെ സെഷനുകളിലൊക്കെ നമ്മൾ കൃത്യമായിട്ട് അപ്ലൈ ചെയ്യാനൊക്കെ നമ്മൾ ശ്രമിക്കുക. അതേപോലെ തന്നെ നമ്മൾക്കുള്ള നോളജുകൾ നമ്മൾ പരസ്പരം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് വിംബിൾ അക്കാദമിയുടെ ഈ ഒരു പ്ലാറ്റ്ഫോം. അപ്പോൾ ആ രീതിയിൽ തന്നെ നമുക്ക് കൂടുതൽ കരിയറിൽ നമ്മൾക്ക് മെച്ചപ്പെടാനും അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് ആളുകളിലേക്ക് എത്തിച്ചേരാനും നമുക്ക് സാധിക്കണം. കാരണം മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലുകളെ അന്വേഷിച്ച് നടക്കുന്ന അതല്ലെങ്കിൽ അവരുടെ ഒരു സേവനം അനിവാര്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോം നമ്മൾ ഒരുക്കുക. നമുക്ക് എന്തും ചോദിക്കാൻ പറ്റിയ ആളുകൾ നമുക്ക് ഉണ്ടാവുക. എന്ത് സംശയങ്ങൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചും അതേപോലെ തന്നെ ഷെയർ ചെയ്തും ഒക്കെ രൂപപ്പെടുന്ന ടീമുകളെ നമ്മൾ രൂപപ്പെടുത്തി നമുക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആരോടും ചോദിക്കുന്നില്ല, നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്തു പോവുക എന്നുള്ളതിനേക്കാളൊക്കെ അപ്പുറത്ത് തീർച്ചയായിട്ടും നമ്മൾ ഡിസ്കഷൻ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും അതേപോലെ തന്നെ ഓരോ മനുഷ്യരെയും നമുക്ക് തിരിച്ചറിയാനും സാധിക്കും. അങ്ങനെ ഒരുപാട് ജീവിതങ്ങളെ നമുക്ക് മാറ്റിമറിക്കാൻ നമുക്ക് സാധിക്കണം. ആ രീതിയിൽ പാഷനേറ്റ് ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യാൻ നമ്മൾ എപ്പോഴും നോളജ് അപ്ഡേറ്റ് ചെയ്യുകയും സ്കില്ലുകൾ ഇംപ്രൂവ് ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക. നമ്മുടെ പേഴ്സണാലിറ്റിയെ നമ്മൾ ഇംപ്രൂവ് ചെയ്യുക. പലപ്പോഴും നമ്മൾ പല തെറാപ്പികൾ പഠിക്കുമ്പോഴും വി ഹാവ് ടു ഗോ അണ്ടർ തെറാപ്പി എന്നുള്ളതാണ്. കാരണം സൈക്കോളജിസ്റ്റ് ആയി കഴിഞ്ഞാലും സംടൈംസ് നമ്മൾ ഒരു തെറാപ്പിക്ക് പോകേണ്ടി വരും. നമുക്കൊരു തെറാപ്പിസ്റ്റ് ഉണ്ടാവണം, അതല്ലെങ്കിൽ നമുക്കൊരു കോച്ച് ഉണ്ടാവണം.
നമുക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് ഉണ്ടാകണം. ആ രീതിയിലായിരിക്കണം നമ്മളെപ്പോഴും മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു സെഷൻ ലീഡ് ചെയ്യുന്ന നമ്മുടെ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റും സൈക്കോതെറാപ്പിസ്റ്റും ആയിട്ടുള്ള നിസാവ് സാറ് ഫങ്ഷണൽ അനലറ്റിക് സൈക്കോതെറാപ്പി എന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളോട് സംസാരിക്കും. അതേപോലെ തന്നെ ഡൗട്ട് ക്ലിയറൻസ് സെഷൻ ഇവിടെ ഉണ്ടാകും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു സെഷനിലേക്ക് ഹൃദ്യമായിട്ടുള്ള സ്വാഗതം. അതേപോലെ തന്നെ ഈ ഒരു സെഷൻ ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിസാവ് സാറിനെ വളരെ സ്നേഹത്തോടെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. ഹലോ, താങ്ക് യു വൈസൽ സാർ. ഹലോ, നമസ്കാരം. ഓഡിബിൾ ആണല്ലേ? യെസ് സർ. യെസ്. എന്താണ് എല്ലാവരുടെയും വിശേഷം? പെരുന്നാളൊക്കെ അടുത്തല്ലോ, എല്ലാവരും തിരക്കിലായിരിക്കും. പിന്നെ അതേപോലെ വെക്കേഷൻ, എക്സാം കഴിഞ്ഞ് വെക്കേഷൻ ആവാൻ തുടങ്ങി. ഇനിയിപ്പോ ക്ലാസ്സിലേക്കൊന്നും ഇങ്ങനത്തെ സെഷനിലൊക്കെ ഇനി കുറച്ചു കാലത്ത് ആരെയും കിട്ടാറുണ്ടാവില്ല. കുട്ടികളുമായിട്ട് വേറെ ലോകത്തേക്ക് പോവല്ലേ വെക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോ സാറ് പറഞ്ഞതുപോലെ നമ്മൾ പല വിഷയത്തിലും കുറെ തെറാപ്പികൾ നമ്മൾ ഇങ്ങനെ അവയർനെസ് ഉണ്ടാക്കും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, സാറ് പറഞ്ഞൊന്ന് റിപ്പീറ്റ് ചെയ്യാണ്, നമ്മൾ എന്തെങ്കിലും ഒന്ന് നമ്മളൊരു കൗൺസിലിംഗ് സെഷന് നമ്മൾ ഒന്നൊരു തെറാപ്പി നമ്മൾ പഠിപ്പിക്കുക എന്നുള്ളതാണ്, പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. അവയർനെസ് ഉണ്ടാക്കുന്നത് നല്ലതാണ്. പക്ഷെ നമുക്ക് ചിലപ്പോ മറ്റുള്ള പല തെറാപ്പികളൊന്നും കുറച്ച് എടുത്തിട്ട് നമ്മൾ ഇന്റർഗേറ്റർ പറഞ്ഞിട്ടില്ല അപ്രോച്ച് ഉപയോഗിക്കാം. പക്ഷെ എന്നൊരു തെറാപ്പിന്റെ പ്രത്യേകത നിങ്ങളുടെ ലൈഫിൽ ചിലപ്പോ എല്ലാവരും അനുഭവിച്ചിട്ടുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഏറ്റവും റെലവെന്റ് ആയെന്നൊക്കെ പറയാൻ, മനോഹരമാണെന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു തെറാപ്പിയാണ്. കാരണം ഈ ഒരു തെറാപ്പിന്റെ 2 ദിവസം മുമ്പ് ഒരു ക്ലയന്റ് എന്നെ വിളിച്ചു. അപ്പൊ അയാള് പറഞ്ഞത്, എന്റെ ക്ലയന്റ് അല്ല, ക്ലയന്റിന്റെ സുഹൃത്താണ്. ഇപ്പൊ നാട്ടിൽ തന്നെയുള്ള അയാൾ വിളിച്ചു പറഞ്ഞു, ഞാൻ ആ തെറാപ്പിന്റെ ഈ ഒരു ആപ്ലിക്കേഷൻ കൊടുത്തത് എങ്ങനെയാണ്, ചെറിയൊരു കൺവേർഷൻ നമുക്ക് അതിലേക്ക് ആക്കാം, എങ്ങനെ ആക്കി എന്നുള്ളതാണ്. അപ്പോ നമ്മൾ സാധാരണയായിട്ട് ആളുകൾ പൊതുവെ കാണാറുണ്ട്, ഭയങ്കരമായിട്ട് എപ്പോഴും ഭയങ്കര ബടബടാ സംസാരിക്കുന്ന ആളുകൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. എപ്പോഴും ഇങ്ങനെ സംസാരിച്ച് ഒരു നമ്മൾ അവിടെ നിന്ന് കൊടുത്താൽ മതി, അവരിങ്ങനെ സംസാരിച്ചു കൊടുക്കും. അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരാൾ പെട്ടെന്ന് അയാൾ സൈലന്റ് ആയിപ്പോയി. അയാൾക്ക് വിശേഷങ്ങളൊന്നുമില്ല, പ്രയാസങ്ങളൊന്നുമില്ല, അവിടെ ചുറ്റുപാടൊക്കെ ഓക്കെയാണ്, എൻവിറോൺമെന്റ് ഓക്കെയാണ്, ഫാമിലി ലൈഫ് ഓക്കെയാണ്, ജോബ് ഓക്കെയാണ്, പിന്നെ മറ്റുള്ള പ്രയാസങ്ങളൊന്നുമില്ല. എപ്പോഴും അയാൾ ഒരു നല്ലൊരു പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളത്, അയാൾ വളരെയധികം നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരാളായിരുന്നു. ഒരാഴ്ച മുമ്പ് ആള് സഡൻലി സൈലന്റ് ആയിപ്പോയി, എംപ്റ്റിനെസ് എന്ന് പറയുന്നത് പോലെ. അയാൾക്ക് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? അങ്ങനെ ഞാൻ അയാളുമായിട്ട് സംസാരിച്ച സമയത്ത് അയാൾ പറയാണ്, പിന്നെ ഞാനിങ്ങനെ എപ്പോഴും ഇങ്ങനെ കുറേ സംസാരിച്ചു കൊടുക്കുന്ന ഒരാളാണ്. അപ്പൊ മറ്റുള്ള ആളുകൾ, എന്നെ ഓപ്പോസിറ്റ് ഉള്ള ആളുകൾ അത് ശ്രദ്ധിക്കുന്നുണ്ടോ, ഞാൻ എന്താണ് പറയുന്നത്, അവ എന്നെ ഒരിക്കൽ പോലും ചോദിച്ചതായിട്ട് ഒരാൾ പോലും എനിക്ക് ഓർമ്മയില്ല. പിന്നെ ഞാൻ എന്തിനാണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? അയാൾ റിയലൈസ് ചെയ്തു സ്വന്തത്തിനെ കുറിച്ചിട്ട്. പക്ഷെ ഇയാളുടെ സംസാരം എന്താണ്, ചുറ്റുപാടുള്ള ആളുകളെ നല്ലോണം ബാധിച്ചു. പിന്നെ ആളുകൾ ചോദിക്കും, നീ എന്താ പഴയതുപോലെ സംസാരിക്കാത്തത്? ആ ഒരു മുഖത്തുള്ള ആ പ്രസരിപ്പൊന്നും ഇപ്പൊ കാണാറില്ലല്ലോ, എന്തു പറ്റി എന്നുള്ള ആ ചോദ്യത്തിൽ അയാൾ ഡൗൺ ആയിപ്പോയി. കാരണം അയാളെ റിയലൈസ് എന്താണ് ചെയ്തിട്ടുള്ളത്, ഞാന് എല്ലാം കൂടുതലായി സംസാരിക്കുന്ന ഒരാളാണ്, ആവശ്യമുള്ള അനാവശ്യമായിട്ടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആള്, വിഷയത്തിന്റെ പ്രശ്നങ്ങളൊന്നുമില്ല അതൊക്കെ. അപ്പൊ ഒരു സമയത്ത് അയാളെ അതായത് ഉള്ളിൽ കിടന്നിട്ട് അൺകോൺഷ്യസ് മൈൻഡിൽ നിന്ന് അയാൾക്ക് തോന്നുകയാണ്, ഞാൻ ഈ സംസാരിക്കുന്നതൊക്കെ വെറുതെയാണ്, എനിക്ക് അതിലൊരു സന്തോഷമൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല എന്നുള്ളത്. ഇങ്ങനെയുള്ള ആളുകൾക്ക് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു തെറാപ്പിയാണ്. അതായത് ഒരു സുപ്രഭാതത്തിൽ, അതായത് ഈ സഡൻലി ലൈഫിൽ എന്തെങ്കിലും അയാൾ ഇൻസിഡൻസ് നടക്കുമ്പോൾ അയാളുടെ ലൈഫിലേക്ക് നമുക്ക് ഈ ഒരു തെറാപ്പി വെച്ചിട്ട് നമുക്ക് കൊണ്ടുപോകാം. അപ്പോ ഇങ്ങനത്തെ ആളുകൾ ഈ ഒരു കേസിലേക്ക് വരികയാണെങ്കിൽ, നമ്മൾ ഈ ഒരു കേസിൽ അയാൾക്ക് നമുക്ക് എന്താണ് ചെയ്തിട്ട് ചോദിച്ചാൽ, അയാളെ ഒന്ന് കേൾക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതായത് അയാൾ ഡെയിലി ലൈഫിൽ അയാൾക്ക് ബാധിച്ചിട്ടുണ്ട് എന്ത് പ്രശ്നമാണ്, സംസാരിച്ചത് വളരെ മോശമായി പോയി എന്നുള്ള ഒരു ചിന്താഗതി അയാളുടെ ലൈഫിൽ വന്നു. കൂടുതലായി സംസാരിക്കുന്നത് മോശമാണ്, പക്ഷെ അയാൾ അറിയാതെ 100-ൽ 50 പേരെങ്കിലും അയാളെ ഈ ഒരു സംസാരം കൊണ്ട് ആളുകൾ എന്താണ് സന്തോഷം കണ്ടെത്തുന്നുണ്ട്. അത് അയാൾക്ക് തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. ആ ഒരു കൺഫ്യൂഷൻ അയാൾ ലൈഫിൽ വന്നു, അയാൾ അവിടെ ഡൗൺ ആയി. ഇതാണ് ഈ ഒരു കേസ്. അപ്പോൾ ഇങ്ങനത്തെ കേസിലൊക്കെ എന്താണ് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയാം, പലരും ഈ ഒരു ഫാപ്പ് എന്ന് പറയുന്ന തെറാപ്പി നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല.
ചിലവർ കേട്ടിട്ടുണ്ടാവും, PG ഒക്കെ പഠിക്കുന്ന സമയത്ത് ചിലപ്പോൾ ആളുകൾ കേട്ടിട്ടുണ്ടാവും. പക്ഷെ ഡീപ്പായിട്ട് എന്താണ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പോലും ഈ ഒരു തെറാപ്പിനെ പറ്റി എവിടെയും പറയാറില്ല. പക്ഷെ നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് 5 സ്റ്റെപ്പാണ് ഇതിനുള്ളത്. ആളുകളുടെ പൂർണ്ണമായിട്ട് ഒന്ന് മനസ്സിലാക്കുക, അവർക്ക് എന്താണ് ആവശ്യം എന്നുള്ളത് കറക്റ്റ് ആയിട്ട് ചെയ്തു കൊടുക്കുക എന്നുള്ളൊരു തെറാപ്പിയാണ്. അപ്പൊ ഈ ഒരു തെറാപ്പി ഡെവലപ്പ് ചെയ്തിട്ടുള്ള 2 പേരാണ് റോബർട്ട് കോയിലംബർ, അതായത് മേവിസ് എന്ന് പറഞ്ഞിട്ടുള്ള സയന്റിസ്റ്റുകളാണ് ഇത് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവർ വലിയ ഫേമസ് ഒന്നല്ല. പക്ഷെ എങ്കിൽ പോലും നമ്മുടെ ഈ ഒരു ചുറ്റുപാടിൽ ഒരു ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഈ ഒരു കാലഘട്ടത്തിൽ ഒരു അഡിക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ കുട്ടികൾക്ക്, അഡൽട്ടിലൊക്കെ അല്ലെങ്കിൽ സോഷ്യൽ ആങ്സൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകൾക്കൊക്കെ ഈ ഒരു തെറാപ്പി ഏറ്റവും നല്ല സിമ്പിൾ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളത്. കാരണം ഒരുപാട് ടൂൾസും കാര്യങ്ങളും ഒന്നുമില്ല. ഇപ്പൊ സാധാരണയായിട്ട് ഒരു തെറാപ്പി നമ്മൾ എങ്ങനെയാണ് പഠിക്കുക? സാധാരണയായിട്ട് ഒരു ആന്റിസിഡൻസ്, ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നു. ആ സിറ്റുവേഷൻ അയാൾക്ക് എന്താണ് ഒരു ട്രിഗർ, അയാൾ ഓട്ടോമാറ്റിക് ആയി ചിന്തിക്കുന്നു, എനിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ, അത് ചിലപ്പോൾ എക്സ്റ്റേണൽ ആവാം, ഇന്റേണൽ ആവാം, കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതിൽ നിന്നാണ് ഒരു ബിലീഫ് സിസ്റ്റം അയാൾ എടുക്കുകയാണ്. ഞാൻ വളരെ മോശക്കാരനാണ്, ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ അത് എൻ്റെ ഭാര്യയോട് പറയാൻ പാടില്ലായിരുന്നു, ഇനി പറഞ്ഞു കഴിഞ്ഞാലോ അത് വലിയൊരു തെറ്റായി പോയി എനിക്ക് തോന്നി. ഇങ്ങനത്തെ ഒരുപാട് കോർ ബിലീഫ്സ് സാധാരണ ഉണ്ടാവും. പിന്നെ അതിൽ നിന്നാണ് ആള് പിന്നെ ഇമോഷണലായി ഡൗൺ ആവുന്നു, പിന്നെ ബിഹേവിയറലായി പല പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു, റെസ്പോൺസ് സാധാരണയായിട്ട് ഈ അവോയ്ഡൻസ് പോലെയുള്ള പ്രയാസങ്ങൾ ഉണ്ടാവുന്നു. കോൺസിക്വൻസ് എന്ന് പറയുന്ന പൂർണ്ണമായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഡിപ്രഷൻ, ഒരു ആങ്സൈറ്റി അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഇൽനെസ്സിലേക്ക് സാധാരണയായിട്ട് ഒരു ക്ലയന്റ് പോവുക. ഇതാണ് നമ്മളെ ഒരു തെറാപ്പി സെഷനിൽ നടക്കുന്ന ഒരു കേസ് ഫോർമുലേഷൻ എന്ന് പറയുന്നത്. പക്ഷെ ഈ ഒരു തെറാപ്പിയുടെ അന്വേഷിച്ച് ഇതിന്റെ ആവശ്യമൊന്നുമില്ല. അയാള് വരുന്നു, ക്ലയന്റ് വരുന്നു, അയാൾ ഡെയിലി ലൈഫിൽ എന്താണ് ഇപ്പൊ അയാളുടെ ലൈഫിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, അതുമായിട്ട് നമ്മൾ പൂർണ്ണമായിട്ട് എന്താണ് അയാളെ ചർച്ച ചെയ്യുക എന്നുള്ളത്. ദൈനംദിന ജീവിതത്തിൽ അയാൾക്ക് എന്താണ് പ്രയാസങ്ങൾ ഉള്ളത്, അപ്പോ അതിലെന്താണ് ആ പ്രയാസങ്ങൾ മനസ്സിലാക്കി പൂർണ്ണതയിലേക്ക് എത്തി സാമാന്യവൽക്കരിക്കുക എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ അത് ക്ലിയർ ആക്കി കൊടുക്കുക എന്നുള്ളത്. പിന്നെന്താണ് അയാളെ വൈകാരികമായിട്ടുള്ള എന്താണ് ഇമോഷണൽ റെഗുലേഷൻസ് ഒക്കെ ഒന്ന് കണ്ടീഷൻ ഓക്കെ ആക്കുക എന്നുള്ളത്. ഈ ഒരു തെറാപ്പിയിൽ ഓവറായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ഓവറായിട്ടൊന്നും നമുക്ക് ചെയ്യാനില്ല. പക്ഷെ ഇതിൽ ആർക്കൊക്കെ നമുക്ക് ഈ ഒരു തെറാപ്പി കൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാക്കാം എന്നുള്ള റിലേഷൻഷിപ്പ്, പിന്നെ ഡിഫിക്കൽറ്റീസ്, അതായത് സാധാരണ ഫാമിലി ലൈഫിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾക്കിടയിലൊക്കെ ഒക്കെ നമുക്ക് ഈ ഒരു തെറാപ്പി ഉപയോഗിക്കാം. പിന്നെ സോഷ്യൽ ആങ്സൈറ്റി, അതേപോലെ തന്നെ അവോയ്ഡൻസ് ബിഹേവിയർ ഉള്ള ആളുകൾക്ക്, അതേപോലെ തന്നെ ഡിപ്രഷൻ, ഇമോഷണൽ റെഗുലേഷൻ, ഇന്റർപേഴ്സണൽ ഡിഫിക്കൽസി. പക്ഷെ ഈ പ്രസന്റ് മൊമെന്റ് എന്ന് പറയുന്ന സാധനം, അത് നമുക്ക് ഏറ്റവും ബെസ്റ്റ് സാധനം. അതായത് നേരത്തെ പറഞ്ഞൊരു കേസില്ലേ, ആള് സംസാരിക്കും പെട്ടെന്ന് സൈലന്റ് ആയി. അതായത് ഒരു സുപ്രഭാതത്തിൽ ഒരു വാക്ക് പ്രശ്നം വരും. മുമ്പ് അയാൾക്ക് എന്താണ് മെന്റലി ആയിട്ട് ഒരു പ്രശ്നങ്ങളും ഇല്ല. അപ്പൊ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ വരുന്ന കേസുകൾക്കൊക്കെ എന്താണ് ഈ ഒരു ഫാപ്പ് വളരെയധികം നമുക്ക് ഉപയോഗിക്കാം. അതെന്താണ് അവരെ ഓപ്പൺ അപ്പ് ആക്കുക എന്നുള്ളതാണ്. പ്രസന്റ് മൊമെന്റ് കാര്യം പറയുമ്പോൾ എന്താണ് അയാളുടെ ഉള്ളിൽ കിടക്കുന്ന പ്രയാസങ്ങൾ നമ്മൾ ചോദിക്കുന്നു, അയാൾ അത് പൂർണ്ണമായും അതിലേക്ക് എത്തിക്കുക എന്നത്, എന്താണ് പ്രശ്നം എന്നുള്ളത് അയാൾ തന്നെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ കോർ പ്രിൻസിപ്പിൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് അയാളെ അയാളുടെ ലൈഫിൽ എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത് റിയൽ ലൈഫിൽ. ചിലപ്പോ ഒരു പ്രശ്നം അയാൾക്ക് ഒരു ക്ലയന്റ് വന്ന് നമ്മളോട് പറയാം, എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ മുമ്പ് കഴിഞ്ഞിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ ഇപ്പൊ നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസം, റിയൽ ലൈഫിൽ നിങ്ങൾ ഇപ്പൊ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പ്രയാസങ്ങൾ ഏതാണ്, അത് മാത്രമാണ് ഈ ഒരു തെറാപ്പി കൊണ്ട് ഫോക്കസ്. ആ ഒരു പ്രോബ്ലം നമ്മൾ കണ്ടെത്തിയിട്ട് അയാളെ കൊണ്ട് അതിൽ ഉണ്ടാകുന്ന ചില റീഎൻഫോഴ്സ്മെന്റ് കൊടുക്കുക, പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങൾ നമ്മൾ കണ്ടെത്തുക, പുതിയ പുതിയ സ്വഭാവങ്ങൾ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇതില് 4 കാര്യങ്ങളാണ് ഈ ഒരു തെറാപ്പി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ 3 കാര്യങ്ങൾ. ഒന്ന് ലേൺ, ഐഡന്റിഫൈ, ഗെയിൻ എന്നുള്ള ഒരു പ്രോസസ്സിങ്ങിലൂടെയാണ് നമ്മൾ പോകുന്നത്. ലേൺ എന്ന് പറയുന്നത് എന്താണ്? ചികിത്സയിൽ അത് പവിത്രമായിട്ടുള്ള നിമിഷങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ആ ക്ലയന്റുമായിട്ട് ഏറ്റവും മനോഹരമായിട്ട് പിന്നെ നമുക്ക് സംസാരിക്കാൻ പറ്റുമോ അത്രയും ഡീപ്പായിട്ട് അയാളോട് എത്രത്തോളം നമുക്ക് എന്താണ് എമ്പതി കൊടുക്കാൻ പറ്റുമോ ഇങ്ങനത്തെ ക്ലയന്റിന്, ഈ ഒരു തെറാപ്പിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു ലേൺ എന്ന പൊസിഷനിലേക്ക് വരുന്ന സമയത്ത് ഒരാൾ നഷ്ടപ്പെട്ടു, അയാൾ പെട്ടെന്ന് സുപ്രഭാതി ഭർത്താവ് മരിച്ചുപോയി എന്ന്, അല്ലെ ഭാര്യ മരിച്ചുപോയി, അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ മരിച്ചു, അല്ലെ കുട്ടികൾ നഷ്ടപ്പെട്ടു പോയി, അല്ലെ കുട്ടികൾക്ക് അമ്മയും അച്ഛനും നഷ്ടപ്പെട്ടു, ഇങ്ങനത്തെ ആളുകൾ വന്ന് നമ്മളെ മുമ്പിൽ ഇരിക്കുന്ന സമയത്ത് അവർക്ക് ആ നഷ്ടബോധം എന്ന് പറയുന്നത് അവർക്ക് തീരാ നഷ്ടം തന്നെയാണ്. അതൊരിക്കലും നമുക്ക് നികത്താൻ കഴിയില്ല. പക്ഷെ ഇങ്ങനത്തെ ആളുകൾ എന്താണ് അവരുടെ ഇമോഷൻസിനെ നമ്മൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുക, അവരുടെ ഇമോഷൻസ് നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. എന്താണ് അവർക്ക് ആ സമയത്ത് ഉണ്ടാകുന്ന ടെൻഷനും കാര്യങ്ങളും, അത് നമ്മൾ പഠിപ്പിക്കുക എന്നുള്ളത്. എന്നിട്ട് എന്താണ് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അവർക്ക് ധൈര്യം കൊടുക്കുക.
നമ്മൾ പഠിക്കുക, അതിൽ നിന്ന് നമ്മൾ പഠിച്ചതിൽ നിന്ന് എന്താണ് ഐഡന്റിഫൈ ചെയ്യുക. ഇന്നതാണ്, ഈ ഒരു സങ്കടമാണ് നിങ്ങളുടെ മനസ്സിലുള്ളത്. ആ സങ്കടം എന്താണ്, ഞാനും കൂടി അതിൽ യോജിക്കുന്നു, അല്ലെ നിങ്ങളുടെ കൂടെ ഞാനും ഉണ്ട് എന്നുള്ള ബോധം എന്താണ് അവർക്കിലേക്ക് എത്തിക്കുക. അതിൽ നിന്ന് ഗെയിൻ ഉണ്ടാക്കിയെടുക്കുക. ഗെയിൻ എന്ന് പറയുന്നത് എന്താണ്, പുതിയതായിട്ടുള്ള ഒരു നല്ല ഇടപെടൽ, അവർക്കുമായിട്ട് നല്ല സമ്പർക്കം ഉണ്ടാക്കി കൊടുക്കുക. ചികിത്സക്ക് എന്താണ് വിരുദ്ധമല്ലാത്ത എന്താണ് ഏറ്റവും അവർക്ക് പോസിറ്റീവ് ആയിട്ടുള്ള നല്ല കാര്യങ്ങൾ അവരെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഈ ഒരു തെറാപ്പി കൊണ്ട് നമ്മൾ ഒരുപാട് എന്താണ് ഈ പറഞ്ഞിട്ടുള്ള ഈ ഒരു മറ്റുള്ള തെറാപ്പികൾ, CBT, DBT, ACT എന്നൊക്കെ പറയുന്ന മറ്റു തെറാപ്പികളെ പോലെ ഡീപ്പായിട്ട് പോകണ്ടല്ല, ഒക്കെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്താണ് അവരോട് ചോദിക്കാൻ പറ്റും. പിന്നെ ഇതിൽ പ്രധാനമായിട്ട് 3 കോമ്പോണന്റുകളാണ് നമുക്കുള്ളത്. ഒന്ന് ഇവോക്കിംഗ് ക്ലൈന്റ് ദ ബിഹേവിയർ എന്നാണ്. അതായത് പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പെരുമാറ്റങ്ങൾ, അതായത് പ്രശ്നബാധിതമായിട്ടുണ്ടാകുന്ന ഒരു പെരുമാറ്റം നമ്മൾ കണ്ടെത്തുക എന്നുള്ള, എന്താണ് അയാളെ പ്രശ്നം എന്നുള്ളത്. അതായത് ഒരു പ്രശ്നം നമുക്ക് പ്രസന്റ്ലി പ്രോബ്ലം എന്തായാലും നമുക്ക് അറിയേണ്ടി വരും. അപ്പൊ ആ ഒരു പ്രശ്നം നമ്മൾ പൂർണ്ണമായിട്ടും കണ്ടെത്തുക. എന്നിട്ട് അടുത്തത് എലിസിറ്റിംഗ് ക്ലയന്റ് ബിഹേവിയർ എന്ന് പറയുമ്പോൾ, ഈ ഇവോക്കിംഗ് ക്ലയന്റ് ബിഹേവിയർ പ്രശ്നം കണ്ടെത്തുന്ന സമയത്ത് തന്നെ ഇവിടെ ബിഹേവിയറുമായിട്ട് ബന്ധപ്പെട്ട് ക്ലാസിക്കൽ കണ്ടീഷനും ഓപ്പറന്റ് കണ്ടീഷനും എന്താണ് നമുക്ക് വേണം ചെയ്യാം. ഇതിൽ കണക്റ്റഡ് ആണ്. ക്ലാസിക്കൽ കണ്ടീഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതായത് പുതിയൊരു സ്വഭാവത്തെ നമ്മൾ പഠിപ്പിക്കുക. അപ്പൊ എല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഒരാൾ നമ്മളെ മുമ്പിൽ ഇരിക്കുന്ന സമയത്ത് അയാളെ ഒരു മകനായിട്ടോ അച്ഛനായിട്ടോ നമ്മൾ അയാളെ മുമ്പിൽ ഇരിക്കുകയാണ് അയാൾക്ക് വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ ആ ഒരു നല്ല സ്നേഹത്തോടെ അയാൾ സംസാരിക്കുന്ന സമയത്ത് ക്ലയന്റിന് തോന്നുകയാണ്, എന്റെ അച്ഛനെ പോലെ അതേ പെരുമാറ്റം തന്നെയാണല്ലോ നിങ്ങളും എന്നോട് സംസാരിക്കുന്നത്. കാരണം നമ്മൾ എന്താണ് അയാളുടെ പൂർണ്ണമായിട്ടും ഇമോഷൻസിനെ മനസ്സിലാക്കി എന്നുള്ളതാണ്. അവിടെ അയാൾക്ക്, ആ ക്ലയന്റ് നമ്മളോട് പറയുകയാണ്, നിങ്ങൾ കാണിക്കുന്ന അതേ സ്വഭാവം തന്നെയായിരുന്നു എനിക്ക് നഷ്ടപ്പെട്ടത്. എന്റെ അച്ഛനോ എന്റെ അമ്മയ്ക്കോ കുട്ടിക്കോ ഞാൻ ഉണ്ടായിരുന്ന ആ റിലേഷൻഷിപ്പ് അവിടെ സക്സസ് ആയി. അപ്പോ അവിടെ ക്ലാസിക്കൽ കണ്ടീഷൻ നടന്നു. ഇനി എലിസിറ്റിംഗ് ക്ലയന്റ് ബിഹേവിയർ എന്ന് പറയുന്നതിലേക്ക് വരുന്ന, അവിടെ ഓപ്പറന്റ് കണ്ടീഷനിങ് ആണ് നടത്തേണ്ടത്. അവിടെ അതായത് ക്ലയന്റ് തുറന്ന് പറയാൻ ശ്രമിക്കുക എന്നുള്ളത്. എന്ത് പ്രശ്നം നമ്മളോട് തുറന്ന് പറയുന്ന സമയത്ത് അറിയാൻ പറ്റുന്ന എന്നുള്ളതാണ്. അപ്പോ ഈ ഒരു ഫാമിലി ലൈഫിലേക്ക് തന്നെ നമുക്കൊരു ക്ലയന്റിന്റെ ഒരു പ്രശ്നമായിട്ട് തന്നെ വരാം. അപ്പൊ ഒരു ഭർത്താവും ഭാര്യയും ഭയങ്കര പ്രശ്നങ്ങളാണ്. അപ്പൊ അവരോട് പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറയൂ, എന്തെങ്കിലുമൊക്കെ നമുക്ക് തീരുമാനങ്ങൾ ഉണ്ടാക്കാം എന്ന് പറയുന്ന സമയത്ത് ഭർത്താവ് പറയാണ്, ഇനിയിപ്പോ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, എല്ലാം സംഭവിച്ചു കഴിഞ്ഞിട്ടില്ലേ. അല്ലെങ്കിൽ എന്താണ് ഭാര്യ പറയാണ്, അയാളെ കൊണ്ട് എനിക്ക് പോകണില്ല, എനിക്ക് ഇങ്ങനെ ഈ ഒരു റിലേഷൻഷിപ്പ് ഒന്ന് ഒഴിവാക്കിയാൽ മതി എന്നുള്ളത്. അപ്പോ അവിടെ നമ്മൾ ഈ ഒരു എലിസിറ്റി ക്ലയന്റ് അവിടെ ആ ഒരു അയാളുടെ നെഗറ്റീവ് ആയിട്ട് ടോക്ക് നമുക്ക് ഒന്ന് ഒഴിവാക്കണം. അപ്പൊ എന്താണ് ഈ ഒരു ലൈഫിലേക്ക് ഈ ഒരു ഭാര്യ എന്ന് മുതലാണ് നിങ്ങൾക്ക് ഒരു പ്രശ്നമായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതായത് നിലവിൽ അയാൾ ഭാര്യ തന്നെയാണ് പ്രശ്നം നമുക്ക് മനസ്സിലായി, ഭർത്താവ് തന്നെയാണ് പ്രശ്നം എന്ന് മനസ്സിലായി. അപ്പൊ അയാൾ പറഞ്ഞ ഈ ഒരു പ്രശ്നം നിങ്ങൾ എന്ന് മുതലാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ എന്താണ് ഈ ഒരു പ്രശ്നം എന്താണ് ലൈഫ് ലോങ് നിങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടോ, അല്ലെങ്കിൽ നാളത്തേക്ക് നിങ്ങൾ പൂർണ്ണമായിട്ടും എന്താണ് ഈ ഒരു പ്രശ്നത്തോട് യോജിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ഭർത്താവിനെ വേണ്ട അല്ലെ ഭാര്യയെ വേണ്ട നിങ്ങൾ പൂർണ്ണമായി തീരുമാനിച്ചിട്ടാണോ നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഇങ്ങനെയുള്ള നിരന്തരമായിട്ടുള്ള ചോദ്യങ്ങൾ. കാരണം അയാളെ ഈ ഒരു ക്ലയന്റിനെ ഒരു പുതിയ ഒരു ലേണിംഗ് പഠിപ്പിക്കുക, പുതിയ സ്വഭാവം നമ്മൾ അവിടെ പഠിക്കുക. അതായത് ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഏതൊക്കെ രീതിയിലാണ് കൊണ്ടുപോകേണ്ടത്, ഏതൊക്കെ രീതിയിലാണ് അയാൾ തന്നെ മനസ്സിലാക്കുന്ന രീതിയിൽ നമ്മൾ ചോദിക്കണം. പിന്നെ അതേപോലെ റീഇൻഫോഴ്സ്മെന്റ്, ഇങ്ങനെയൊക്കെ നമ്മൾ ഈ ഒരു പ്രോസസ്സിങ് നടക്കുന്ന സമയത്ത് എന്താണ് ഈ ഒരു തുറന്ന് പറയുന്ന സമയത്ത് അയാൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നമ്മൾ സാധാരണ ഈ ഒരു കൗൺസിലിംഗ് സെഷനിൽ ചോദിക്കും, നിങ്ങൾ മുമ്പ് ഉണ്ടായിരുന്ന നല്ല മനോഹരമായ നിമിഷങ്ങളൊക്കെ ഏതൊക്കെയാണെന്നൊക്കെ നമ്മൾ സാധാരണ ചോദിക്കാറുണ്ട് ഒരു കപ്പിൾ കൗൺസിലിങ്ങിലൊക്കെ. അപ്പൊ അങ്ങനെ ചോദിക്കുന്ന സമയത്ത് അയാൾ ചോദിക്കുന്ന നല്ല നല്ല നിമിഷങ്ങളൊക്കെ ഏതൊക്കെയായിരുന്നു നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്നത്. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ മറ്റൊരു കേസിലേക്ക് പോവുകയാണ്, എല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഒരാൾക്കാണ് നല്ല നല്ല ഓർമ്മകൾ ഏതൊക്കെയായിരുന്നു, അച്ഛന്റെ കൂടെ നിന്ന അല്ലെ ഭർത്താവിന്റെ കൂടെ നിന്നുള്ള ഓർമ്മകൾ ഏതൊക്കെയാണ്. അതൊക്കെ നമ്മൾ റീഎൻഫോഴ്സ്മെന്റ് ചോദിച്ചിട്ട് ആ പോസിറ്റീവ് ആയിട്ടുള്ള നല്ലതായിട്ട് എടുത്ത് ഇതൊരു നിങ്ങൾക്കുള്ള ആ ഓർമ്മകൾ നിങ്ങൾ ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങളെ നല്ലൊരു ക്വാളിറ്റി ആണ് എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ ഈ ഒരു തെറാപ്പിയിലൂടെ കഴിയണം. പിന്നെ ഈ ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത് ബിഹേവിയറുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു ഓപ്പറന്റ് കണ്ടീഷനിങ്ങും അതേപോലെ തന്നെ ക്ലാസിക്കൽ കണ്ടീഷനും ഒക്കെ ഇതിൽ കണക്ട് ആണ്. അപ്പോ പെരുമാറ്റ രീതിയിൽ നമ്മൾ എന്താണ് നമ്മൾ തരംതിരിച്ചു കൊടുക്കണം എന്നുള്ളത്. അയാൾക്ക് ചിലപ്പോൾ പല പ്രശ്നങ്ങളും അയാളുടെ ലൈഫിൽ ഉണ്ടാവും.
അപ്പൊ ആ ലൈഫിൽ എന്താണ് ഓരോന്നായിട്ടും ഓരോ സിറ്റുവേഷൻ ആ സിറ്റുവേഷനിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. അല്ലെങ്കിൽ അന്ന് നടന്ന് നിങ്ങൾ സംസാരിക്കുന്നതിനിടയിലാണ് ഈ ഒരു പ്രശ്നം നിങ്ങൾക്ക് വന്നിട്ടുള്ളത്. അതായത് നിലവിലായ ഏതൊക്കെ 10 പ്രശ്നം നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 എന്താണ് നമ്മൾ തരംതിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് അയാളെ കൊണ്ട് തന്നെ എന്താണ് ക്ലയന്റിനെ കൊണ്ട് തന്നെ സെലക്ട് ചെയ്യിപ്പിക്കണം. എന്താണ് നിങ്ങൾക്ക് ഡെയിലി ലൈഫിൽ ഏറ്റവും പ്രയാസം ഉണ്ടാകുന്നത്. അപ്പൊ അതിൽ നിന്നാണ് അയാള് ഒന്ന് സെലക്ട് ചെയ്യണം. ഇതാണ് ഏറ്റവും ഈ ഒരു തെറാപ്പിന്റെ ഉദ്ദേശം ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പോ ഇതിന്റെ ഒരു പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഒരു തെറാപ്പി സെഷനിൽ ഒരു ക്ലയന്റും തെറാപ്പിസ്റ്റും മാക്സിമം ഓപ്പൺ അപ്പ് ആവുക എന്നുള്ളതാണ്. ഓപ്പൺ ആയിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുക എന്നുള്ളതാണ്. പിന്നെന്താണ് അതിനെ ഏതൊരു കാര്യത്തെ പറ്റിയാണ്, എന്താണ് പ്രശ്നത്തെ പറ്റിയുള്ളത്, അതിനെ പറ്റി എന്താണ് നല്ലൊരു അവയർനെസ് അവർക്ക് കൊടുക്കാൻ കഴിയണം. പിന്നെ ഇതെന്താണ് ഈ ഒരു ക്ലയന്റിന്റെ നല്ലൊരു ഇടപെടൽ, അതായത് നമ്മൾ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്ക് നല്ല പൂർണ്ണമായിട്ടുള്ള ഒരു ഇടപെടൽ നിർബന്ധമാണ്. സാധാരണ ഒരു കേസിൽ നമ്മൾ എന്താണ് ചിലപ്പോൾ ക്ലയന്റ് ഒന്നും മിണ്ടുന്നില്ല. അപ്പൊ ആ സമയത്ത് എന്താണ് നമ്മൾ ജേർണൽ എഴുതാൻ പറയും, അല്ലെങ്കിൽ എന്താണ് വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് കൊടുക്കും. ഇതൊക്കെയാണ്. പക്ഷെ ഈ ഒരു തെറാപ്പി എന്ന് പറയുന്നത് ആ ക്ലയന്റിന് എന്താണ് നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ച് പൂർണ്ണമായും ഓപ്പൺ അപ്പ് ആക്കി ഈ ഒരു തെറാപ്പി സെഷൻ ഒരു ഗാദറിംഗ് സെഷൻ പോലെ കൊണ്ടുപോകാൻ നമുക്ക് ശ്രദ്ധിക്കാം. പിന്നെന്താണ് ആ സമയത്ത് അയാള് അതായത് ശാരീരികമായിട്ടുണ്ടാവുന്ന ഫിസിക്കൽ അയാളെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണ് നമ്മളെ മുമ്പിൽ കാണിച്ചിട്ടുള്ളത്, എന്തൊക്കെയാണ് ചിന്തകൾ ആ സമയത്ത് ഒക്കെ ഈ ഒരു സെഷനാണ്, മുമ്പുള്ള കാര്യങ്ങളല്ല. ഈ ഒരു സെഷനിൽ അയാൾ എന്ത് ബിഹേവിയർ ആണ് കാണിക്കുന്നത്, അതാണ് മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ അയാളെ ചിന്തകൾ നമ്മൾ ശ്രദ്ധിക്കും. അല്ലെങ്കിൽ എന്താണ് അയാൾ സംസാരിക്കുന്നതിനിടയ്ക്ക് എവിടെയെങ്കിലും സ്റ്റക്കായി പോയിട്ടുണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ ഈ ഒരു സ്റ്റക്കായി പോകുന്ന സമയത്ത് അയാൾ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു പെട്ടെന്ന് അയാൾക്കൊരു സൈലന്റ് മോഡ് അവിടെ വന്നു. അപ്പൊ നമുക്ക് ചോദിക്കാൻ പറ്റും, ആ പറഞ്ഞ കാര്യത്തിൽ എന്തോ ഒരു വിഷമം നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോയിട്ടുണ്ടല്ലോ. ആ വിഷമം എന്തായിരുന്നു? ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള, അല്ലെങ്കിൽ അയാളെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഈ ഒരു വിഷമം കൂടുതലായിട്ട് വന്നിട്ടുള്ളത്. എന്നപ്പോ അവോയ്ഡൻസ് എന്ന് പറയുന്നത് എന്താണ്? ആ സൈലൻസ് എന്നുള്ള അയാളെ പറ്റി കൂടുതൽ പറയാതിരിക്കാൻ ഒരു അവോയ്ഡൻസ് അവിടെ ഉണ്ടായിരിക്കും. അപ്പൊ ആ സമയത്ത് എന്താണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലയന്റിന്റെ കൈ ഒന്ന് തൊട്ടിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ഈ ഒരു പൊസിഷനിലൊക്കെ നമ്മൾ അവിടെ ഒഴിവാക്കരുത്. സാധാരണ CBT DBT ഒക്കെ പറയുമ്പോൾ എന്താണ് നമ്മൾ ചിലപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കുക, കണ്ടിന്യൂറ്റി അങ്ങനെ കൊണ്ടുപോകും. പക്ഷെ ഈ ഒരു തെറാപ്പി എന്താണ് അവിടെ നിർത്തിയിട്ട് തിരിച്ചു കൊണ്ടുവരണം ആ ഒരു ക്ലയന്റിനെ. എന്താണ് അയാൾ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്, ആ ഒരു മൊമെന്റിലേക്ക് അയാളെ പൂർണ്ണമായിട്ട് തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. പിന്നെ അതിനുശേഷം എന്താണ് ഈ ഒരു പ്രശ്നം അയാൾ ഉണ്ടാക്കുന്ന ഏതൊക്കെ രീതിയിലാണ്, ഏതൊക്കെ ഒരു സിറ്റുവേഷനിലൊക്കെയാണ് അയാൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, എന്ത് കാരണങ്ങൾ കൊണ്ടാണ് അയാൾക്ക് ഈ ഒരു പ്രശ്നങ്ങൾ, ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് അയാൾ എങ്ങനെയാണ് അത് കാണുന്നത്, അതൊക്കെ ഈ ഒരു ഇമ്പാക്ട് മൂലം അയാൾ സ്വഭാവത്തിൽ എങ്ങനെയാണ് പ്രതിഫലിപ്പിക്കുന്നത്, ഇതൊക്കെ ശരി. എന്താണ് നമ്മൾ ഈ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു പ്രസന്റ് മൊമെന്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോ ഈ ഒരു സാധാരണയായിട്ട് പൊതുവെ നമുക്ക് എല്ലാത്തിനും ഒരു ചാർട്ട് ഉണ്ട്. അപ്പോ ഈ ഒരു ചാർട്ടിൽ നമ്മൾ CRB എന്ന് പറയുന്നത്, CRB നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ക്ലിനിക്കൽ റിലവന്റ് ബിഹേവിയർ എന്നുള്ളതാണ്. ഈ ഒരു തെറാപ്പിന്റെ 2 സെഷനാണ്, CRB1 CRB2 എന്നുള്ളത്. CRB1 എന്നുള്ളത് എന്താണ്, നമ്മൾ ആ ഒരു പ്രശ്നത്തെ ഈ CRB1ഉം CRB2ഉം ക്ലിനിക്കൽ നമ്മുടെ ഈ ഒരു സെഷന് നടക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രൊസീജിയർ ആണ്. അപ്പോ ആ ഒരു പ്രൊസീജിയർ എന്താണ് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്, CRB1ൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ലൈഫിൽ അയാൾ എന്താണ് ഒരു ആന്റിസിഡൻസ്, ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നു, ആ സിറ്റുവേഷൻ എന്താണ് അയാൾക്ക് ആ സിറ്റുവേഷൻ കാരണമാണ് അയാൾ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോ ഒരു ഉദാഹരണം പറയാം, ഒരു സോഷ്യൽ ആയിട്ടുള്ള ഒരു ആങ്സൈറ്റി ഉള്ള ഒരാള്, അടുത്ത കാലത്ത് എൻ്റെ അടുത്ത് വന്നിട്ടുള്ള ഒരാള്, ഒരു 30-32 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ്. അപ്പൊ അയാളെ പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ അയാൾ നിലവിൽ മാനസികമായിട്ട് എന്താണ് ജോലിക്ക് പോകുന്ന ഒരാള്, അത്യാവശ്യം നല്ലൊരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അയാൾക്ക് എന്താണ് സോഷ്യലായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്, സോഷ്യൽ ആങ്സൈറ്റി കൂടുതൽ. അയാൾ പറയുന്നത്, എനിക്ക് ഒരു ഓഫീസിൽ ഒരാളോട് സംസാരിക്കാൻ പറ്റുന്നില്ല, എനിക്ക് എന്റെ വൈകാരികമായിട്ടുള്ള കാര്യങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു ഹാപ്പിനെസ് വരുന്ന സമയത്ത് എനിക്ക് ചിരിക്കാൻ പറ്റുന്നില്ല, സങ്കടം വന്ന അറ്റ്ലീസ്റ്റ് ഒരു ഫിലിം കണ്ടാൽ പോലും എനിക്കത് ആ ഒരു ഇമോഷൻ സീനിൽ പോലും എനിക്കൊന്നും അത് പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല. ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഡിസിഷൻ പ്രോബ്ലം. അയാൾക്കൊരു ഏതൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലും ഒരു ആക്ഷൻ എടുക്കാനോ ഒരു തീരുമാനങ്ങൾ എടുക്കാനോ എനിക്ക് പറ്റുന്നില്ല എന്നുള്ള ഒരു സിറ്റുവേഷൻ ആണ് അയാൾ പറഞ്ഞത്. അപ്പൊ ഈ ഒരു പറഞ്ഞിട്ടുള്ള എല്ലാ സിറ്റുവേഷൻ എന്താണ് നമ്മൾ അയാളെ കൊണ്ട്
റൂൾസ്, അതായത് CRB 1 അയാൾ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇപ്പൊ CRB 2 വരുന്ന സമയത്ത് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ നമ്മുടെ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഡിസ്കസ് ചെയ്യുന്നില്ല എന്നാൽ ഈ പറഞ്ഞിട്ടുള്ള മുമ്പ് പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും കാര്യങ്ങൾ അയാൾ എന്തൊക്കെയാണ് പോസിറ്റീവ് ആയിട്ടുള്ള റീഎൻഫോഴ്സ്മെന്റ് അയാളെ ശരീരത്തിലോ അയാളെ മനസ്സിലോ ഒക്കെ ഉള്ളത്, അത് മാത്രം CRB 2 നമ്മൾ കൺവേർട്ട് ചെയ്യുന്നു. അയാളെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നു. അതിലെന്താണ് അടുത്ത സെഷനിലേക്ക് വരുന്ന സമയത്ത് പൂർണ്ണതയിലേക്ക് എത്തുകയാണ്. പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം, അയാൾക്ക് എന്ത് ചെറുത് മൈന്യൂട്ട് ആയിട്ട് ചെറിയൊരു കാര്യം ഉണ്ടെങ്കിൽ മാത്രം അതിനെപ്പറ്റി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോ CRB 1 വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. അതിൽ എന്താണ് അയാൾ എന്ത് പ്രശ്നം വരികയാണ് നമ്മൾ കണ്ടിന്യൂറ്റി ഉണ്ടാകാൻ പാടില്ല. അതപ്പോ അത് എന്താണ് അത് പ്രശ്നം മാത്രം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രശ്നങ്ങൾ പറയാൻ മാത്രം ഒരു സെഷൻ എടുക്കുക. അത് CRB 1 ഇപ്പൊ ഒരു സെഷൻ 1 മണിക്കൂർ കൊടുക്കുകയാണ്, പ്രശ്നങ്ങൾ മാത്രം കേൾക്കാൻ മാത്രം. ഇനി ഒന്ന് കഴിഞ്ഞാൽ ചോദിക്കുക നമുക്ക് ഇനി എന്തെങ്കിലും നിങ്ങൾ വേറെ ബുദ്ധിമുട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ ഓരോന്ന് നമ്മൾ എടുത്തെടുത്ത് എന്താണ് പരമാവധി ആളെ പ്രയാസങ്ങൾ പറയിപ്പിക്കുക. ഒരു 50ഓ 100ഓ ഒരു മണിക്കൂറത്തോളം നമുക്ക് കിട്ടുന്ന പ്രശ്നങ്ങളൊക്കെ. പിന്നെ അടുത്ത സെഷൻ അയാൾ വരുന്ന സമയത്ത് എന്താണ് ഈ പറഞ്ഞിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ എന്താണ് നമ്മൾ അവിടെ ചർച്ച ചെയ്യാൻ പാടില്ല. പക്ഷെ ഫസ്റ്റ് സെഷൻ CRB 1 ചെയ്യുന്ന സമയത്ത് ഒന്ന് ചെയ്യണം, എല്ലാ പ്രശ്നങ്ങളും അയാളെ കൊണ്ടൊന്ന് സെലക്ട് ചെയ്യണം. ഏറ്റവും ഈ ഒരു സിറ്റുവേഷനിൽ ഇപ്പൊ തന്നെ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഏതൊരു പ്രശ്നം മാത്രം നമ്മളത് മനസ്സിലാക്കി വെക്കണം. എന്നിട്ട് അടുത്ത സെഷനിൽ വരുന്ന സമയത്ത് തന്നെ അത് റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെയാണ് അയാൾ പോസിറ്റീവിറ്റി ഉള്ളത് അതൊക്കെ മനസ്സിലാക്കുക എന്നുള്ളത്. അപ്പൊ ഈ ഒരു ചെറുപ്പക്കാരന്റെ ഒരു കേസിൽ നമുക്ക് പിന്നെ അയാളെ സോഷ്യലായിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു പ്രശ്നങ്ങളാണ്. അതായത് ലൈഫിൽ ഏത് പ്രശ്നം വന്നാലും അയാൾക്ക് ഒരു സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ പറ്റുന്നു. പക്ഷെ ഇപ്പൊ കുറെയൊക്കെ ചെറുപ്പകാലത്ത് അയാൾ ഡിപ്പെൻഡന്റ്, നമ്മൾ ചൈൽഡ് ഹിസ്റ്ററി ഒക്കെ നോക്കുന്ന സമയത്ത് ഒരു ഡിപ്പെൻഡന്റ് ആയിട്ട് ഒരു ആൾ പിന്നെ ഫാമിലിയിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. എല്ലാത്തിനും അച്ഛനും അമ്മയും വേണം എന്നുള്ളത് എപ്പോഴും കൂടെ തന്നെ കൊണ്ടുപോകുന്ന ഒരു സിറ്റുവേഷൻ. അപ്പൊ എന്താണ് തൽക്കാലം എന്താണ് അയാളെ കുറച്ചു കാലം നമുക്ക് എന്താണ് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു മാസത്തേക്ക് അയാളെ കമ്പനീന്റെ ഹോസ്റ്റലിൽ താമസിക്കാൻ പറഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ എന്താണ് അയാൾക്ക് അവിടെ നിന്ന് ചെയ്യാൻ സ്വന്തമായിട്ട് എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കാം, രാവിലെ ഡ്യൂട്ടിക്ക് പോകും. ഇതൊക്കെ എന്താണ് നിലവിൽ എന്താണ് അയാളെ വീട്ടിൽ നിന്ന് രാവിലെ അച്ഛന് കറക്റ്റ് അമ്മ വിളിച്ചെഴുന്നേൽപ്പിക്കുന്നു, ഡ്യൂട്ടിക്ക് പറഞ്ഞേക്കുന്നു, ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തു. ഇതൊക്കെയാണ് അയാളെ നിലവിലെ ഡെയിലി ലൈഫ് റൊട്ടീൻ. ആ റൊട്ടീൻ ഒന്ന് മാറ്റി കൊടുത്താൽ മാത്രം ചില പല പ്രയാസങ്ങളും എന്താണ് നിലവിൽ അയാൾക്കുണ്ടാവും. അപ്പൊ അത് മാത്രം നമ്മൾ ഈ ഒരു കേസ്, കാരണം കൂടുതൽ അയാൾക്കൊന്നും നമുക്കൊന്നും ചെയ്തിട്ടില്ല. CBT എന്ന് പറയുന്നത് DBT ഒക്കെ പറയുമ്പോൾ സ്ട്രക്ചേർഡ് ആണ്. ഒരു പ്രശ്നം അയാൾ പൂർണ്ണതയിൽ മനസ്സിലാക്കി കൊടുത്തിട്ട് നമ്മൾ ആ സെഷൻ അവസാനിപ്പിക്കുന്നുള്ളൂ. പക്ഷെ ഈ ഒരു ഫാബിലേക്ക് വരുന്ന സമയത്ത് സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത്. അപ്പോ ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ പ്രധാനമായിട്ടും അയാളെ ഇപ്പൊ നിലവിലെ ക്ലയന്റ് ഏത് ബുദ്ധിമുട്ടാണോ എന്നുള്ളത് അയാളെ സ്ട്രെസ് ലെവൽ നമ്മൾ കറക്റ്റ് ആയിട്ട് അറിയണം. ഏത് രീതിയിലാണ് അയാൾക്ക് സ്ട്രെസ് ലെവൽ, പ്രൈമറി സ്ട്രെസ് ലെവൽ ആണോ അല്ല നോർമൽ ആയിട്ടുള്ള സ്ട്രെസ്. സാധാരണയായിട്ട് നമുക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ ഒരു സ്ട്രെസ് ലെവൽ നമുക്ക് ഉണ്ടാവും. അപ്പൊ അത് എല്ലാവർക്കും ഉണ്ടാകുന്നത് അതേപോലെ ലെവലാണ് എന്നുള്ളതാണ് ഓക്കെ. പക്ഷെ അതിനും അപ്പുറം എന്താണ് സെക്കൻഡറി സ്ട്രെസ് ലെവൽ. കാരണം ഈ ഒരു ചിന്ത കാരണം അയാൾക്ക് എല്ലാം ബുദ്ധിമുട്ടുണ്ടാകും. ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ആളുകളോട് സംസാരിക്കാൻ പറ്റുന്നില്ല, പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അയാളുടെ ലൈഫിലുണ്ടാകും. അപ്പോൾ ആ ഒരു സെക്കൻഡറി സ്ട്രെസ് ലെവൽ ഹൈ ആയിരിക്കുന്ന സമയത്ത് എന്താണ് അയാളെ അപ്രൈസൽ മീൻസ് എന്താണ് അയാൾ എന്ത് കാര്യമാണ് അവിടെ എടുത്തത്, സേഫ്റ്റി ബിഹേവിയർ ആയിട്ട് എന്ത് കാര്യമാണ് അയാൾ അവിടെ എടുത്തിട്ടുള്ളത്, എന്ത് സ്വഭാവമാണ് അയാളെ കാണിക്കുന്നത്, അത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കും. കാരണം ഈ ഒരു ഫാപ്പ് തെറാപ്പി ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന് അയാളെ പ്രശ്നം, രണ്ടാമത് അയാളുടെ സ്ട്രെസ് ലെവൽ. സ്ട്രെസ് ലെവൽ എത്രത്തോളം ഉണ്ട്, അയാൾ ടെൻഷൻ കാര്യങ്ങൾ ഉണ്ടോ മനസ്സിലാക്കുക എന്നുള്ളതാണ്. പിന്നെ അടുത്തതിൽ വരുന്ന സമയത്ത് നമ്മൾ ഇതിൽ CRBന്റെ കാര്യങ്ങൾ കുറെ പറഞ്ഞു. അപ്പൊ 5 റൂൾസ് കാര്യങ്ങളാണ്, 5 റൂൾസ് ആണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. 5 സെഷൻ അല്ല, ഒരു സെഷന് നമ്മൾ 5 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോ ഇതിൽ പ്രധാനമായിട്ടും CRB 1 തന്നെ ഏറ്റവും കൂടുതൽ ഐഡന്റിറ്റി പ്രോബ്ലം ബിഹേവിയർ, എന്താണ് നിലവിലുള്ള അയാളെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നു, അതിൽ നിന്നും തന്നെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ, അതിൽ നിന്നും അയാൾക്ക് എന്തൊക്കെയാണ് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. ഇനിയിപ്പോ അടുത്തത് എന്ന് പറയുന്നത് CRBന്റെ മറ്റൊരു സെക്ഷൻ ഈ 2 പോയിന്റിലേക്ക് വരുന്ന റൂൾസിലേക്ക് വരുന്നത് തെറാപ്പി നമ്മളുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് അയാൾ എങ്ങനെയായിരുന്നു, അയാളുടെ പ്രസന്റ് മൊമെന്റ് എങ്ങനെയാണ്, അയാൾ നല്ല ഒരു മൂഡിലാണോ, അല്ലെങ്കിൽ അയാൾക്ക് വേറെ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടോ എന്നൊക്കെ എന്താണ് നാച്ചുറൽ അയാൾക്ക് എന്തൊക്കെ പെരുമാറ്റങ്ങളാണ് ഉള്ളത് എന്ന്, മെച്ചപ്പെട്ട പെരുമാറ്റങ്ങൾ ഏതൊക്കെ രീതിയിലാണ് നമ്മളോട്
കാരണം ഒരു ക്ലയന്റിന്റെ ഒറ്റയ്ക്ക് വന്നിട്ടുള്ള ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ കൂടെ വന്നിട്ട് ചിലപ്പോൾ മാനസിക നില വളരെ മോശമായിട്ടിരിക്കും, ടെൻഷനും കാര്യങ്ങൾ കൂടുതലായിരിക്കും, ഡിപ്രസീവ് ആയിട്ട് സ്ട്രെസ് ലെവൽ കൂടുതലാകും, ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ ആ സമയത്ത് നമ്മളുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് അയാളെ പെരുമാറ്റം എങ്ങനെയാണ് എന്ന് ശ്രദ്ധിക്കുന്ന ഒരു റൂൾസ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ റീഎൻഫോഴ്സ്മെന്റ് റൂൾസ് ആണ് അടുത്തത്. മാക്സിമം എന്താണ് അയാൾ ലൈഫിൽ എൻകറേജ് കൊടുക്കുക. എൻകറേജ് എന്ന് പറയുന്ന മോട്ടിവേഷൻ കൊടുക്കുകയല്ല, നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഈ ഒരു രീതി പോയാൽ മതി എന്നുള്ളതല്ല. പക്ഷെ മാക്സിമം അയാൾ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം അയാൾ ലൈഫിൽ വരെ ഇത്രയും നല്ലൊരു ക്വാളിഫൈഡ് ഉള്ള ഒരാൾക്ക് വേണ്ട ആൾക്കാരുടെ കമ്പനിയിലൊക്കെ ജോലി കിട്ടും, പിന്നെന്തിനാ നിങ്ങൾ പേടിക്കുന്നത്, പിന്നെന്താണ് ആ ജോലിയിൽ തന്നെ നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റങ്ങൾ നിങ്ങൾക്ക് നിലവിൽ വരുത്താൻ കഴിയും, അതെന്താണ് നിങ്ങൾക്ക് പ്രൊമോഷനിൽ ഉണ്ടാക്കിയെടുക്കുക, ഇങ്ങനത്തെ രീതിയിൽ എന്താണ് ജോലിയുമായിട്ട് ഉണ്ടാക്കിയത്. അപ്പൊ അറ്റ്ലീസ്റ്റ് വേറെ തരത്തിലുള്ള ഒരു എൻകറേജ്മെന്റ് എങ്ങനെ നടക്കുക, ലൈഫിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഒരു ചിന്തയുമായിട്ട് വന്ന ഒരാളാണെങ്കിൽ അയാളെ മനസ്സിൽ ഒരുപാട് നല്ല നല്ല ഓർമ്മകൾ എന്താണ്, ആ ഓർമ്മകൾ നമ്മൾ ചികഞ്ഞെടുത്തിട്ട് ആ ഓർമ്മകൾ അങ്ങോട്ട് പുറത്ത് കൊണ്ടുപോകുക. ഇത് മരണം സ്വാഭാവികമാണ്, ഒരിക്കലും നിങ്ങളും മരിക്കാൻ, പക്ഷെ എന്താണ് നിങ്ങൾക്കുള്ള സങ്കടം എന്താണ് ഒരിക്കലും നികത്താൻ പറ്റുന്നതല്ല, ആ സങ്കടത്തിൽ ഞങ്ങളും ചേരുന്നു. പക്ഷെ നിങ്ങൾക്ക് എന്താണ് ആ സങ്കടവുമായിട്ട് പോയാൽ നിങ്ങളെ ലൈഫിൽ എവിടെ എത്തില്ല. അപ്പൊ എന്താണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ മുമ്പിൽ ഒരുപാട് ഫ്യൂച്ചർ ഇരിക്കുന്നുണ്ട്. ആ ഫ്യൂച്ചർ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുണ്ട്. ആ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തേ പറ്റൂ. നിങ്ങളെ ഡിപ്പെൻഡ് ആയിട്ട് ഒരുപാട് ആളുകൾ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു റീഎൻഫോഴ്സ്മെന്റ് ആ രീതിയിൽ എന്താണ് സ്വഭാവത്തിൽ നമുക്ക് അവർക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാം. പിന്നെ നാലിലേക്ക് എന്താണ് ഈ ഒബ്സർവ് ജനറലൈസേഷൻ എന്ന് പറയുന്നത്. നമ്മൾ എന്തെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവർ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് നിലവിൽ നമ്മൾ കാര്യങ്ങൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു പോവുക, പിന്നെ സ്വഭാവത്തിന്റെ വ്യത്യാസങ്ങൾ ഉണ്ടാക്കേണ്ടതൊക്കെ നമ്മൾ പറഞ്ഞു, പക്ഷെ അത് അവർ ചെയ്യാൻ വില്ലിങ് ആണോ നമ്മൾ അത് ശ്രദ്ധിക്കണം. അതാണ് ഒബ്സർവ് ജനറലൈസേഷൻ. എന്നിട്ട് എന്താണ് അതിൽ നിന്ന് എന്താണ് ഇവര് ഓക്കെ ആണ്, നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ സെറ്റ് ആണ്, കുറെയൊക്കെ കേട്ടു, കുറെയൊക്കെ കേൾക്കാതിരിക്കാൻ ശ്രമിച്ചു, എങ്കിൽ പോലും എന്താണ് ചെറിയ ചെറിയ കാര്യങ്ങൾ അവർ ചെയ്യാൻ തയ്യാറാണ്. അപ്പോ അതിലെന്താണ് ഈ ഒരു ഫങ്ഷണൽ അനാലിസിന്റെ ലാസ്റ്റ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്, അവർക്ക് ആ പഠിപ്പിച്ചിട്ട കാര്യങ്ങൾ എന്താണ് അവർ പൂർണ്ണതയിലെത്തി, അതിനുശേഷം എന്താണ് പെരുമാറ്റം നമ്മളുമായിട്ടുള്ള സ്വഭാവത്തിൽ അടുത്ത സെഷൻ വരുമ്പോൾ മുമ്പുണ്ടായിരുന്ന ക്ലയന്റ് തന്നെ ആയിരുന്നു, ഏതെങ്കിലും സ്വഭാവത്തിൽ നമ്മൾ അങ്ങോട്ട് ചോദിക്കുകയല്ല എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടോ എന്നുള്ളത്, നമ്മൾ ശ്രദ്ധിക്കുക, ഒബ്സർവ് ചെയ്യുക. ആ ഒബ്സർവ് ചെയ്യണം, കാരണം ഈ ഒരു ക്ലയന്റിന് കുറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ നമ്മുടെ ഈ ഒരു പെരുമാറ്റത്തിന്റെ ഒരു സന്ദർഭ സിറ്റുവേഷൻ ഒക്കെ നോക്കിയിട്ട് അയാൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉള്ളത് എന്ന് നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു തെറാപ്പിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അയാളെ നിലവിലുള്ള ഈ റിലേഷൻഷിപ്പ്, അതേപോലെ തന്നെ ഈ പിന്നെ ഇമോഷണൽ റെഗുലേഷൻസ് ഒക്കെ കാര്യമായിട്ട് നമ്മൾ ഒരു തെറാപ്പി സെഷനിൽ ശ്രദ്ധിക്കുക. പിന്നെ അതേപോലെ തന്നെ വേണമെങ്കിൽ ഈ ഒരു ആക്റ്റീവ് അക്സെപ്റ്റബിൾ പിന്നെ കമ്മിറ്റ്മെന്റ് ഒക്കെ തെറാപ്പി വേണമെങ്കിൽ ഇതിൽ ഉപയോഗിക്കാം. കാരണം കുറെ കൂടുതലായിട്ടും എന്തെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള, കാരണം അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു സെഷൻ വേണം. കാരണം ഏതൊക്കെ രീതിയിൽ ഈ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാം, ഏതൊക്കെ രീതിയിൽ നിന്നാണ് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണമെങ്കിൽ പഠിപ്പിക്കാം. ഇനിയിപ്പോ ഇമോഷണൽ റെഗുലേഷൻസ് എടുക്കുമ്പോൾ DBT വേണമെങ്കിൽ നമുക്ക് എന്താണ് അതിൽ കുറെ മൈൻഡ്ഫുൾനെസ്സും ടെക്നിക്കൊക്കെ ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ ഈ ഒരു നല്ല രീതിയിൽ നമുക്ക് കൊണ്ടുപോകാം. ഇതാണ് ഒരു ഓവറോൾ ഫാബ് എന്ന് പറയുന്ന ഒരു തെറാപ്പി കൊണ്ട് ഞാൻ സിമ്പിൾ ആയിട്ട് കൊണ്ടിട്ടുള്ളൂ. മനസ്സിലായിട്ടുണ്ടോ എന്ന് അറിയില്ല, എങ്കിൽ പോലും നമ്മൾ പരമാവധി എന്താണ് ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുന്നു, സിറ്റുവേഷൻ അയാളെ നിലവിലെ പ്രയാസങ്ങൾ മനസ്സിലാക്കുന്നു, ആ സിറ്റുവേഷൻ അനുസരിച്ച് എന്താണ് അയാൾക്ക് നിലവിൽ നമ്മൾ സാധാരണ ഒരു CBTന്റെ അല്ല മറ്റുള്ള ഒരു ചാർട്ട് പോലെ വരച്ചു കൊടുക്കുക. ആ വരച്ചു കൊടുത്തതിന് ശേഷം അയാളുടെ പ്രശ്നം എന്താണ് അവിടെ എഴുതുക. എന്നിട്ട് അതിൽ നിന്ന് എന്താണ് അയാൾ എന്ത് ചിന്താഗതികളാണ് മനസ്സിലൂടെ കടന്നു പോയിട്ടുണ്ടായത്, എന്ത് പ്രശ്നങ്ങളാണ് നിലവിൽ അനുഭവിക്കുന്നത്, അത് നമ്മൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയതിനു ശേഷം എന്താണ് ഈ ഒരു പറഞ്ഞിട്ടുള്ള ഒരു പുതിയതായിട്ടുള്ള ഒരു ബിഹേവിയർ അവിടെ പഠിപ്പിക്കാൻ ശ്രമിക്കുക എന്നുള്ളത്. പുതിയതായിട്ട് എന്തും നമ്മൾ അവിടെ പഠിപ്പിച്ചു കൊടുക്കണം. അതിന് നിലവിലുള്ള ആ ഒരു ഡിപ്രസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ട്രെസ് ലെവൽ ആയിട്ട് ആ ഒരു ബിഹേവിയർ തൽക്കാലത്തേക്ക് മാറ്റി വെച്ചിട്ട് എന്താണ് റീഎൻഫോഴ്സ്മെന്റ് ആയിട്ടുള്ള പുതിയ കാര്യങ്ങൾ എന്താണ് അവരെ പഠിപ്പിക്കുന്ന ഒരു തെറാപ്പിയാണ് ഈ ഒരു ഫങ്ഷണൽ അനലറ്റിക് പിന്നെ സൈക്കോ തെറാപ്പി എന്ന് പറഞ്ഞിട്ടുള്ളത്. പ്രധാനമായും നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം അവരെ ഇമോഷൻസ് നമ്മൾ ഈ ഒരു തെറാപ്പി പോലും മാറ്റി കൊടുക്കുക എന്നുള്ളത്. പിന്നെ അവരുടെ സ്വഭാവത്തിൽ, പിന്നെ നമ്മൾ അവരെ ശ്രദ്ധിക്കേണ്ടത് അവർ എന്താണ് നമ്മൾ സംസാരിക്കുന്നത്, ആ സംസാരിക്കുന്നത് കൂടുതലായിട്ടും ഓരോ ചോദ്യങ്ങൾക്കും അവർ കൊടുത്തതിന് ശേഷം ഓപ്പോസിറ്റ് ആയിട്ട് ഇങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കുക തന്നെ. കാരണം അവരെ ഒരു നിമിഷം പോലും എന്താണ് ആ ഒരു സെഷനിൽ നമ്മൾ പൂർണ്ണമായിട്ടും സൈലന്റ് ആക്കി ഇരിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഈ ഒരു തെറാപ്പിന്റെ ഒരു ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് പറയുന്നത്. പിന്നെ പിന്നെ ഈ ഒരു ഹോംവർക്ക് ഒക്കെ കൊടുക്കുകയാണ്, വീട്ടിലേക്ക് ഒരു അസൈൻമെന്റ് ഹോംവർക്ക് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ആളുകളുമായിട്ട് കൂടുതൽ സംസാരിക്കാനുള്ള ഈ ഒരു സിറ്റുവേഷൻസ് ഉണ്ടായി കൊടുക്കുക.
പുറത്തേക്ക് കൊണ്ടുപോകും. ഇങ്ങനത്തെ ഡിപ്രഷൻ ഒക്കെ ആണെങ്കിൽ എന്താണ് ആളുകൾ പൂർണ്ണമായിട്ട് ആ ഒരു വീട്ടിൽ നിന്ന് നമ്മൾ സാധാരണ കൊടുക്കുന്ന മൈൻഡ്ഫുൾനെസ് എക്സസൈസിന് പുറമെ പുറത്തുള്ള, അതായത് ഔട്ട്സൈഡ് ഇൻകം എന്ന് പറയുന്നത് പോലെ പുറത്തുനിന്നുള്ള അയാൾക്ക് സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടണം. എന്നാലേ അയാളെ മെന്റൽ സ്റ്റാറ്റസ് ഏകദേശം ഓക്കെ ആവും. പ്രധാനമായിട്ട് നമുക്ക് ഉപയോഗിക്കുന്നത് സോഷ്യൽ ആയിട്ടുള്ള ആങ്സൈറ്റി അല്ലെങ്കിൽ പുറത്തുള്ള ഈ ചുറ്റുപാടും എൻവിറോൺമെന്റുമായിട്ട് ഡെയിലി ലൈഫിൽ പ്രശ്നങ്ങളുള്ള ഏരിയക്കാണ് ഈ ഒരു തെറാപ്പി ഉപയോഗിക്കുക എന്നുള്ളതാണ് ഓവറോൾ നമുക്ക് ഇവിടെ പറയാനുള്ളത്. ഓക്കെ അല്ലേ? പിന്നെ ഇതില് കുറച്ച് ഇതില് പിന്നെ കാര്യങ്ങൾ വേറെ പറയാനുള്ളത്, ഈ ഒരു തെറാപ്പിയുമായി ബന്ധപ്പെട്ട് കുറച്ച് ഒന്നോ രണ്ടോ സ്ലൈഡ് മിസ്സായി പോയിട്ടുണ്ടോ സംശയമുണ്ട്. അപ്പോ ഇതിലിപ്പോ പ്രധാനമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, നമ്മൾ പറഞ്ഞ ക്ലയന്റിന്റെ വ്യക്തിപരമായിട്ടുള്ള അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു തെറാപ്പി പോകേണ്ടത്. അപ്പോൾ ആ ഒരു തെറാപ്പി നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് അവർക്ക് റാഷണൽ ആയിട്ടുള്ള ചിന്താഗതികൾ നമ്മൾ മനസ്സിലാക്കണം. റാഷണൽ ആയിട്ട് എത്രത്തോളം അവർക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ ഉണ്ട് എന്നുള്ളത്, പിന്നെ ബിഹേവിയർ എന്നുള്ളത് അവരുടെ പെരുമാറ്റത്തിൽ ഏതൊക്കെ പ്രശ്നങ്ങളാണ് ഉള്ളത്, പിന്നെ തെറാപ്പി സെഷൻ എന്താണ് സംഭവിക്കുന്നത്, ഒരു തെറാപ്പിസ്റ്റ് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതായത് അയാളുടെ സ്വഭാവം നമ്മളോട് എങ്ങനെയാണ് പെരുമാറുന്നത്, ഏതൊക്കെ രീതിയിലാണ് അയാൾ ഇരിക്കുന്നത്, ഫിസിക്കലി ആയിട്ട് ഉണ്ടായിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. പിന്നെ ജനറലായിട്ട് നോക്കുന്ന സമയത്ത് തെറാപ്പിയിൽ നമ്മൾ എന്താണ് ലൈഫിൽ പുതിയ പുതിയ മാറ്റങ്ങൾ അയാളുടെ ലൈഫിലേക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ് പ്രധാനമായിട്ടും നമുക്ക് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഈ ഒരു മോഡൽ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഈ ഒരു മോഡൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പഠിപ്പിച്ച അയാൾക്ക് എവിടെ നിന്നാണ് പ്രശ്നം വന്നിട്ടുള്ളത്, ആ പ്രശ്നത്തിന്റെ ഒരു റെസ്പോൺസ് ആ സമയത്ത് ഉണ്ടായ സമയത്ത് നിങ്ങൾ ഏത് രീതിയിലാണ് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അതിലുമായിട്ട് എന്താണ് നിങ്ങളുടെ ലൈഫിൽ ഏതൊക്കെ നെഗറ്റീവായ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടന്നു, പിന്നെ അതിൽ നിന്ന് നിങ്ങൾ എന്തൊക്കെ പഠിക്കാൻ ശ്രമിച്ചു, ഇതൊക്കെ വേണമെങ്കിൽ എന്താണ് നമുക്കൊരു ചെറിയൊരു ചാർട്ട് പോലെ FABന്റെ ഈ ഒരു ഇതിൽ വേണം വരയ്ക്കാം. അത് അവർക്ക് പറഞ്ഞു മനസ്സിലാക്കാം. പക്ഷെ എന്ത് കൊടുക്കുകയാണെന്നാണ് നമ്മളെ ഭാഗത്ത് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ എന്ത് കാര്യം അവർക്ക് പറഞ്ഞു കൊടുക്കണം, പൂർണ്ണമായിട്ടുള്ള ഒരു അവയർനെസ്, അതിന്റെ കൂടെ തന്നെ നമ്മുടെ സ്നേഹം, അതുപോലെ തന്നെ നമ്മുടെ എമ്പതി എല്ലാം പൂർണ്ണമായിട്ട് അവർക്ക് ഈ ഒരു തെറാപ്പിയിൽ നമുക്ക് കൊടുക്കുക എന്നുള്ളതാണ്. സാധാരണ കൗൺസിലിംഗ് മറ്റു തെറാപ്പികളെ അപേക്ഷിച്ച് നമ്മൾ കുറച്ച് സമയം എന്താണ് അവരെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കി, അവരെ മനസ്സിലൂടെ ഇപ്പൊ എന്താണ് കടന്നത്, ഏത് രീതിയിലായിക്കോട്ടെ ആ ഇമോഷൻസിന് നമ്മൾ മനസ്സിൽ പൂർണ്ണമായി അവരൊന്ന് സ്നേഹിച്ചിട്ട് അവരെ നമ്മളെ ഒരേ ലെവലിൽ കണ്ടെത്തിയിട്ട് അവരെ പ്രശ്നങ്ങൾ നമ്മളായിട്ട് ഒന്ന് മനസ്സിലാക്കി ആ പ്രശ്നങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ ഒരു തെറാപ്പിയിൽ നടക്കുന്നത്. ഇത്രമാത്രം ഓവറോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ അല്ലേ? ആരോ ഒരാള് മൈക്ക് ഓൺ ആണ്. തെറാപ്പി കുറച്ചേ ഉള്ളായിരുന്നു ഈ ഒരു സെക്ഷന്. ഓക്കെ അല്ലേ എല്ലാരും? എന്തെങ്കിലും റിപ്പീറ്റ് ചെയ്യണോ? എന്തെങ്കിലും മനസ്സിലായോ? മനസ്സിലായി സർ. എന്താണ് പറയൂ. എന്താണ് നമ്മൾ ഈ തെറാപ്പി സെഷൻ? സമയമുണ്ട്, അരമണിക്കൂറായിട്ടേ ഉള്ളൂ. പിന്നെ ഒരു PPT പെട്ടെന്ന് തീർന്നു. ചെറിയൊരു സാധനം ഉള്ളത് കൊണ്ടാണ് ഞാൻ ചുരുക്കിയത്. ഈ ഒരു CRB നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. CRB 1, CRB 2. CRB 1 നമ്മൾ ഏറ്റവും കൂടുതൽ പ്രശ്നബാധിതമായിട്ട് അയാളെ സാധാരണ സെഷനിൽ പോലെ തന്നെ അയാളെ പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുക. CRB 2 വരുന്നതാണ് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക. അവിടെ പഴയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ചൊരു പിന്നെ ഈ കപ്പിൾ കേസിലൊക്കെ വരുന്ന സമയത്ത് എല്ലാ സെഷനിലും അവർക്ക് പ്രശ്നം തന്നെ പറയാനുണ്ട്. അപ്പൊ എന്താണ് ഈ ഒരു തെറാപ്പിയാണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ CRB 1 തന്നെ പറഞ്ഞ് മനസ്സിലാക്കുക. അടുത്ത സെഷനിൽ വരുമ്പോൾ ഈ ഒരു പ്രശ്നമായിട്ട് നിങ്ങൾ വരരുത്. പരമാവധി എന്താണ് ഇന്ന് മുതൽ എന്താണ് നല്ല കാര്യങ്ങൾ മാത്രം സംസാരിക്കുക. എന്താണ് മുമ്പ് മുമ്പുണ്ടായിരുന്ന കുറെ കാര്യങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഓർത്ത് വരിക. അതൊക്കെയാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോ ഈ ഒരു CRBന്റെ ഒരു കേസ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, പറയൂ. CRB 2 നമ്മൾ സ്ട്രോക്സ് കൊടുക്കുകയാണോ ചെയ്യുന്നത്? അതാണോ ഉദ്ദേശിക്കുന്നത്? അതെ, മാക്സിമം സ്ട്രോക്ക്, റീഇൻഫോഴ്സ് പോസിറ്റീവ് ആയിട്ടുള്ള സ്ട്രോക്ക് കൊടുക്കുക. കാരണം അവര് ലൈഫിൽ നെഗറ്റീവ് ആയിട്ടുള്ള സങ്കടങ്ങൾ മാത്രം കൊണ്ട് നടക്കുന്ന ഒരു ക്ലയന്റ് ആണ്. എന്തുകൊണ്ടും സന്തോഷമില്ല ലൈഫിൽ.
സോഷ്യലായിട്ട് ആരും സംസാരിക്കാൻ പറ്റില്ല, മിണ്ടാൻ പറ്റുന്നില്ല, ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. ഉം. അപ്പൊ ആ ലൈഫ് ഒരു CRB സെഷനിൽ പറയുന്ന പൂർണ്ണമായി നമ്മൾ കേട്ടു. സെക്കൻഡ് സെഷനിൽ നിങ്ങൾ പിന്നെ CRB പറഞ്ഞതുപോലെ CRB 2ലേക്ക് വരുമ്പോൾ നമ്മൾ ആ ഒരു സിറ്റുവേഷൻ തന്നെ മാറ്റി. ക്ലൈമാക്സിൽ സെക്കൻഡ് ഹാഫ് അങ്ങോട്ട് മാറ്റിയാണ്. സെക്കൻഡ് ഹാഫ് അങ്ങ് മാറ്റി കഴിഞ്ഞിട്ട് പൂർണ്ണതയിൽ അയാളെ ലൈഫിൽ എന്തൊക്കെയാണ് പോസിറ്റീവ് ആയിട്ടുള്ള ജോലിയിലോ അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫിലോ എന്തൊക്കെയുണ്ടെങ്കിലും ഒക്കെ എന്താണ് മാറ്റി. അപ്പൊ ഒരു ജസ്റ്റ് ഒരു കേസിലേക്ക് വരാം. അപ്പോ ഒരു 45 വയസ്സുള്ള ഒരാള്, അപ്പോ CRB ഈ ഒരു ഫാപ്പ് നമ്മൾ എങ്ങനെയാണ് 2 സെഷനാക്കി കൊടുത്തിട്ടുള്ളത് വെച്ചാൽ 40 വയസ്സുള്ള അയാള് ഒരു ബിസിനസ്സുകാരനാണ്. അപ്പോ അയാളെ നിലവിൽ എന്താണ് ഇപ്പോഴത്തെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു നഷ്ടം എന്നത് ഇപ്പൊ അടുത്ത കാലത്ത് അയാളെ ഉമ്മ മരിച്ചു. ഉമ്മ മരിച്ചതിന് ശേഷം അയാൾ പറഞ്ഞിട്ടുള്ളത് പെട്ടെന്ന് സങ്കടം വന്നിട്ടുള്ളത്, അയാൾ എന്റെ ലൈഫിൽ ഞാൻ ഒന്നും നേടിയിട്ടില്ല എന്നുള്ളത്. സങ്കടം ഉമ്മനോട് ആ സങ്കടത്തിലൂടെ വന്നതാണ്. പക്ഷെ അയാളെ നെഗറ്റീവായിട്ട് കോർ ബിലീഫ് എന്താണ്, ഞാൻ എന്റെ ലൈഫിൽ ഒന്നും നേടിയിട്ടില്ല എന്നുള്ളത്. അപ്പോ ആ നേടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ക്ലയന്റിനെ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ഫാപ്പിലേക്ക് കൊണ്ടുവരിക? അപ്പൊ അയാള് പറഞ്ഞു അയാളെ ലൈഫിൽ നമ്മൾ പൂർണ്ണത, അയാളെ ലൈഫിൽ എവിടെയാണ് ജോലി ചെയ്യുന്നത്, എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഒക്കെ കാര്യമൊക്കെ നമ്മൾ അയാളോട് ചോദിച്ചതിന് ശേഷം നല്ലൊരു കേസ് പിന്നെ MSc റിപ്പോർട്ട് എടുത്തു. ആ റിപ്പോർട്ടിൽ എന്താണ് ഈ ഒരു ഫാബ് കൊടുക്കുകയാണ്. കാരണം ഇത് വലിയൊരു പ്രശ്നങ്ങളല്ല. ആ പ്രശ്നം സിമ്പിൾ ആയിട്ട് നമുക്ക് ഒരൊറ്റ സെഷൻ കൊണ്ട് തന്നെ തീർക്കണം. ഹാഫ് CRB 1 കൊടുക്കാം, ഹാഫ് അരമണിക്കൂർ, സെക്കൻഡ് ഹാഫ് എന്താണ് CRB 2. അപ്പൊ ആദ്യത്തെ അരമണിക്കൂർ അയാൾ പ്രശ്നങ്ങൾ പറഞ്ഞു. അതിനുശേഷം അയാളുടെ ലൈഫിൽ ഇപ്പൊ എന്തൊക്കെയാണ് വിശേഷങ്ങൾ. അതായത് നിലവിൽ 45 വയസ്സായി, നല്ലൊരു അക്കൗണ്ടന്റ് ആണ്, ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നത്, അയാൾ സീനിയർ അക്കൗണ്ടന്റ് ആണ്. ഇപ്പൊ 2 കുട്ടികളുണ്ട്, ഒരാള് ഡോക്ടറാണ്, മറ്റേ മകന് ബാംഗ്ലൂർ എഞ്ചിനീയറിംഗ് പഠിക്കുന്നു. പിന്നെ എന്താണ് ഇയാളെ നമ്മളിപ്പോ ഏത് കേസിലും നോക്കുമ്പോ പിന്നെ ഒരു സ്കീമ ലെവലിൽ നമ്മൾ പോവല്ലോ, കോർ ബിലീഫ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. അപ്പൊ ഈ ഒരു ചെറുപ്പക്കാലത്ത് അയാളെ അന്വേഷിച്ച സമയത്ത് 8 മക്കളിൽ 7ാമത്തെ മകനാണ് ഇയാൾ. അപ്പൊ അയാള് വീട്ടില് എപ്പോഴും എന്താണ് ഉമ്മയും ഉപ്പയും ഇയാൾ പറയും, നീ ഒന്നിനും കൊള്ളൂല, നിന്നെക്കൊണ്ട് ഒരു ഉപകാരമില്ല, ബാക്കിയുള്ളവരൊക്കെ ഹൈ ലെവലെത്തി, നീ ഒരു പഠിക്കാനൊന്നുമില്ല. ചെറുപ്പത്തിൽ ഒരു 7-8 വയസ്സുള്ള സമയത്ത് തന്നെ വീട്ടിൽ നിന്ന് തന്നെ എന്താണ് സഹോദരങ്ങൾക്കിടയിൽ ഇയാളങ്ങനെ കളിയാക്കും, ഇയാൾ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറയാം. പിന്നെ ആ മനസ്സിലാണ് ഇയാളെ ലൈഫിൽ ഇങ്ങനെ കുറെ കാലം പഠിച്ചു, അത്യാവശ്യം ഒരു ഡിഗ്രി വരെ പഠിച്ചു, പിന്നെ എന്താണ് ഗൾഫിലേക്ക് പോയി. ആ ഒരു പക്ഷെ ബ്രദേഴ്സും കാര്യങ്ങളും അവരൊക്കെ എന്താണ് ഇയാളെക്കാൾ കുറച്ച് അത്യാവശ്യം നോർമൽ സ്റ്റേജിൽ കുറച്ച് കൂടുതലാണ്. കാരണം അതൊക്കെ ഇയാളെ മനസ്സിലുണ്ട്. അപ്പൊ ആ മനസ്സിൽ ഇങ്ങനെ ഒരു സങ്കടമായിട്ട് വന്ന സമയത്ത് നമ്മൾ അയാളെ ആ സങ്കടം അവിടെ കേട്ടു. അപ്പൊ സെക്കൻഡ് ഹാഫിലേക്ക് നമ്മൾ എന്താണ് അയാളെ കൊണ്ടുപോകേണ്ടത്? അയാൾ ഒന്നും നേടിയിട്ടില്ല, എന്റെ ലൈഫിൽ ഞാൻ വേസ്റ്റ് ആണില്ലായിരുന്നു. അപ്പോ നമുക്ക് ആദ്യം അയാളെ കൊണ്ടുവന്നത് വെച്ചാൽ 2 മക്കളുണ്ട് എന്ന് പറഞ്ഞു. ഒരു മകൾ എവിടെയാണ്? ഡോക്ടറാണ്. അയാൾ എവിടെയാണ്? യൂറോപ്പിലാണ്, ഫാമിലി വിത്ത് ഫാമിലിയാണ്, അവിടെ താമസമാണ് മകള്. അപ്പോ ഈ ഒരു നേട്ടം ആരുണ്ടാക്കി കൊടുത്തതാണ്? അയാൾ ചോദിക്കുക, അത് ഞാൻ തന്നെയാണ്. ഇപ്പൊ മകന് ബാംഗ്ലൂർ പഠിക്കുന്നു, ഫൈനൽ ഇയർ ബിടെക്കിനാണ്, എഞ്ചിനീയറിംഗ് ആണ്. അവനെ ആ നിലയിൽ എത്തിച്ചിട്ടുള്ളത് ആരാണ്? അത് ഞാൻ തന്നെയാണ്. അപ്പോ അത് ഓക്കെ. ഫാമിലി വൈഫ് ഇപ്പൊ എന്താണ് ജോലിക്ക് പോകുന്നുണ്ടോ? ഇല്ല, അവള് ടീച്ചറായിരുന്നു, ഇപ്പൊ വീട്ടിലാണ് ഉള്ളത്. അപ്പൊ ആ ടീച്ചർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പണ്ട് ഇയാളെ തന്നെയാണ് ടീച്ചറാക്കാൻ കാശ് കൊടുത്തതും BEd എടുപ്പിച്ചതും ഒക്കെ ഇയാളുടെ ലൈഫിൽ തന്നെ ഉണ്ടായിരുന്നു. അതൊക്കെ ആരാ ചെയ്തിട്ടുള്ളത്? അതൊക്കെ ഞാൻ തന്നെയാണ്. പിന്നെന്താണ് ഈ ഒരു ഡിഗ്രി വരെ പഠിച്ചിട്ടുള്ള ഒരാള് ഇപ്പൊ ദുബായിൽ ഏറ്റവും നല്ലൊരു കമ്പനി സീനിയർ അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്. അത് അവിടെ നിങ്ങളുടെ എഫേർട്ട് അല്ലേ? അത് എന്റെ എഫേർട്ട് തന്നെയാണ്. പിന്നെ എങ്ങനെയാണ് നിങ്ങളുടെ ലൈഫിൽ ഒന്നും നേടിയിട്ടില്ല എന്ന് പറഞ്ഞ് എന്താണ് നിങ്ങൾക്ക് ഉള്ളത്? ഇതൊക്കെ ഒരു നേട്ടം തന്നെ. ഇതിലപ്പുറം എന്താണ് ഒരു മനുഷ്യന് വേണ്ടത്? ആ ഒരു സെക്കൻഡ് ഹാഫ് എന്താണ് ഒരു ക്ലൈമാക്സ് സീനാണ്. ഈ ഒരു കേസ് പൂർണ്ണമായിട്ട് ഈ ഒരു ചിലപ്പോൾ തെറാപ്പി എടുക്കുന്ന സമയത്ത് ആദ്യത്തെ മണിക്കൂർ നിങ്ങൾക്ക് ഒന്നും മനസ്സിലായിട്ടില്ല. ഈ ഒരു കേസ് ചിലപ്പോൾ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കാരണം സെക്കൻഡ് ഹാഫ് നമ്മൾ പൊളിച്ചെടുക്കുകയാണ് അവിടെ. അയാളെ പോസിറ്റീവ് ആയിട്ടുള്ള അയാൾ ലൈഫിൽ നേടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഓരോന്ന് എടുത്ത് പറഞ്ഞപ്പോൾ അയാളെ ഒരു മുഖത്തുണ്ടാ. കാരണം അയാളെ അതേ സിറ്റുവേഷൻ നമ്മൾ ഇരിക്കുകയാണ്. അയാളെ ലൈഫിൽ നടന്ന കാര്യങ്ങളാണ് നമ്മൾ എടുത്ത് പറയുന്നത്. കാരണം എന്താണ് അയാളെ ആ മനസ്സും നമ്മുടെ മനസ്സും ഏകദേശം ഒന്നായി. കാരണം അയാൾ ഡീപ്പായിട്ട് കേൾക്കുന്നു, നമ്മൾ ഡീപ്പായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ അയാൾ പൂർണ്ണമായിട്ടും അത് അംഗീകരിക്കാൻ തയ്യാറാണ്. അപ്പൊ അവിടെ അയാൾക്ക് മനസ്സിലായി, ഞാൻ ഇതുവരെ ലൈഫിൽ നേടിയതൊക്കെ എനിക്ക് എന്നും ലാഭങ്ങൾ മാത്രം, നഷ്ടങ്ങൾ എവിടെ ഉണ്ടായിട്ടില്ല. പിന്നെ ചെറുപ്പത്തിൽ നടന്നിട്ടുള്ള കളിയാക്കലും മറ്റൊക്കെ എന്താണ്, അത് സാധാരണ കുടുംബത്തിൽ ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. അതുമൂലം എനിക്ക് ലൈഫിൽ ഒരു നഷ്ടം ഉണ്ടായിട്ടില്ല. പിന്നെ ഉമ്മയുടെ മരണം, അതായത് അത് നമ്മൾ കുറച്ച് സമയം എടുത്ത് മാറ്റി കൊടുക്കണം. കാരണം എന്താണ് ആ റിലേഷൻഷിപ്പുമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. മരണം എല്ലാവർക്കും, നാളെ നിങ്ങളും മരിക്കും, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ. അത് ഒരു സിറ്റുവേഷൻ കുറച്ച് സമയം എടുക്കും, അയാൾ സങ്കടമൊക്കെ മാറാൻ കുറച്ച് സമയം എടുക്കും.
എന്തായാലും നല്ല നല്ല ഉമ്മന്റെ എന്നും കൂടെ ഉണ്ട് എന്നുള്ള ആ ചിന്തയോട് കൂടി തന്നെ നിങ്ങൾ എന്നും ജീവിക്കുക എന്നുള്ളത്. അതിന്റെ കൂടെ തന്നെ എന്താണ്, നമ്മൾ CRB2 പ്ലാൻ എപ്പോഴും വർക്കിംഗ് ഔട്ട് ആയിരിക്കും. അയാളെ പോസിറ്റീവ് മാത്രം വീണ്ടും സംസാരിച്ചുകൊണ്ടിരിക്കണം. അയാളെ സങ്കടത്തിൽ തൽക്കാലം എന്താണ് മാറ്റി കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. ഇതാണ് ഒരു കേസിന്റെ ഇതിൽ പറഞ്ഞത്. ഓക്കെ ആണ്, ഓക്കെ അല്ലേ? യെസ് സർ, യെസ് സർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. നമ്മൾ എന്തിനും ഒരു ഉദാഹരണം കേസിലൊക്കെ ഇറങ്ങി ചെയ്തൊരു തെറാപ്പി കേസിലാകുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. അല്ലാണ്ട് നമ്മൾ എന്തോ തിയററ്റിക്കലായിട്ട് ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ പെട്ടെന്ന് ഓടിക്കൊള്ളണമെന്നില്ല. പ്രത്യേകിച്ച് ഈ ഒരു ഫാബൊക്കെ ഒരു തെറാപ്പിയൊക്കെ ആർക്കും പെട്ടെന്ന് കേൾക്കാത്തതാണ് എങ്കിൽ പോലും നേരത്തെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും, പക്ഷെ ആരും ശ്രദ്ധിക്കപ്പെടാത്തതായിരിക്കും. പക്ഷെ 155ഓളം തെറാപ്പികൾ നമ്മുടെ നിലവിലുണ്ട്. അതിൽ പെടാത്ത തെറാപ്പിയാണിത്. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പുസ്തകത്തിൽ വായിച്ചു. ആ പുസ്തകത്തിൽ വായിക്കുന്ന സമയത്താണ് ഈ ഒരു തെറാപ്പി, ഞാനൊക്കെ PG പഠിക്കുന്ന സമയത്ത് ചെറിയൊരു അവയർനെസ് എനിക്കുണ്ടായിരുന്നു. അല്ലെങ്കിൽ പക്ഷെ അത് നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഒരു റൂൾസ് നമ്മൾ CRB2 ഞാൻ പല കേസുകളും ഞാൻ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ഇതിനെ ഡീപ്പായിട്ട് നമ്മൾ അങ്ങനെ പല CBTയിലും DBT ഒക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് ഈ ഒരു ഫാബ് പ്ലാനിങ് നമ്മൾ പൊതുവെ ഉപയോഗിക്കാറില്ല. പക്ഷെ അടുത്ത കാലത്ത് ഒരു പുസ്തകം വായിച്ച സമയത്ത് ഇതിനുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരു കേസ് വന്നു. അപ്പൊ ആ കേസിൽ ഇങ്ങനെ വ്യക്തമായിട്ട് അയാളൊരു പുസ്തകം, പഴയ പുസ്തകമാണ്, എനിക്ക് 1985 പബ്ലിഷ് ചെയ്ത എൻ്റെ ഒരു സാറ് എനിക്ക് ഇപ്പോൾ അടുത്ത കാലത്ത് ഷെയർ ചെയ്തായിരുന്നു. അപ്പൊ അതിൽ നിന്ന് ഞാൻ വായിച്ച സമയത്ത് ആ പുസ്തകം കിട്ടിയ എന്നൊരു അവയർനെസ് ആണ്. അപ്പൊ അതിലെ കേസ് എങ്ങനെയാണ് പോയിട്ടുള്ളത്, ഏതൊക്കെ രീതിയിലാണ് എന്നുള്ളത്. അപ്പൊ അതിനുശേഷം പുസ്തകം വായിച്ചതിന് ശേഷം അപ്പൊ ഈ ഒരു മുമ്പുള്ള ഒരു കേസ് എനിക്ക് ഓർമ്മ വന്നു. ഞാൻ എങ്ങനെയാണ് ആ പ്ലാനിങ് ഓൾറെഡി ഞാൻ ആ പ്ലാൻ ചെയ്തതാണ്. പക്ഷെ ആ പ്ലാനിങ് ഞാൻ ഇത് തന്നെയാണ് ഫാബിലൂടെ തന്നെയല്ലേ കൊണ്ടുപോയത് എന്നുള്ള ഒരു തോട്ട് എനിക്ക് വന്നു. ആ തോട്ട് അങ്ങനെയാണ് ഈ ഒരു തെറാപ്പി ഈ ഒരു ദിവസം നമുക്ക് ആക്കാന്നുള്ള ഒരു ചിന്തയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. എനിവേ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ CRB2 എന്റെ കൺക്ലൂഷനില് അവരെ ഒരു ഡിസിഷൻ എടുക്കാൻ നമ്മൾ പ്രേരിപ്പിക്കണം അല്ലെ? അതെ. ഡിസിഷൻ അവിടെ എടുപ്പിക്കേണ്ട ആവശ്യമില്ല. അവർ ഓൾറെഡി ഡിസിഷൻ ആയിട്ടുണ്ട്. അതിലേക്ക് അവരെത്തും. നമ്മൾ എത്തിക്കണം. സൂപ്പർ. ആ എത്തിക്കുമ്പോഴാണ് നമ്മൾ അവിടെ ഒരു പൂർണ്ണതയിൽ എത്തുക. കാരണം CRB 1 നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ പ്രശ്നങ്ങളൊന്നും പറയണം, നമ്മളിങ്ങനെ വെറുതെ പ്രശ്നങ്ങൾ കാര്യമില്ല. CRB നമുക്ക് അടുത്തൊരു, കാരണം നിങ്ങൾ ഏതായാലും പ്രശ്നം ഈ ഒരു പ്രയാസമൊക്കെ മാറ്റാൻ വന്നിട്ടുള്ള ഒരാളല്ലേ. അപ്പൊ നമുക്ക് എന്തിനാ വെറുതെ പ്രശ്നങ്ങൾ ഇതിനെ കേൾക്കുന്നത്? അപ്പൊ നല്ല കാര്യങ്ങൾ പറയാൻ പറഞ്ഞിട്ട് അയാളെ നല്ല കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ടപ്പ് ചെയ്യാം. അതിൽ നമ്മൾ തുടങ്ങുക, നമ്മള് ഫൈറ്റിങ്ങും ഫയറിങ്ങും എല്ലാം കൂടി. Okay, nice. Thank you so much. Thank you. Okay. ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ആർക്കെങ്കിലും? ഇനിയിപ്പോ അടുത്തൊരു ക്ലാസ് വരുന്ന പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും. എല്ലാവർക്കും ഒരു അഡ്വാൻസ്ഡ് പെരുന്നാൾ ആശംസകളും നേരുകയാണ്. പിന്നെ വേറെന്താണ് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും? നമ്മൾ വൈൻഡപ്പ് ചെയ്യണോ അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഒരു ഇത് ചോദിച്ചോട്ടെ. സാറോട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്, ഏത് നമ്പറിലാണ് വിളിക്കേണ്ടത്? സംസാരിക്കാൻ പറ്റുമോ? സംസാരിച്ച നമ്പർ എഴുതിയിട്ടോളൂ. 730. ഞാൻ ചാറ്റ് ബോക്സിൽ ഇടാം. ഇടൂ സർ. ഞാനിപ്പോ നാട്ടിലുള്ളത് കൊണ്ട് ഈ നമ്പറാണ്. കിട്ടുക രാത്രി 12 ശേഷം വിളിക്കണ്ട, അതിന് മുമ്പ് വിളിച്ചോളൂ. താങ്ക് യു. ആ നമ്പറിൽ വിളിച്ചാൽ മതി. ഓക്കെ. കാരണം നമ്മളൊരു ക്ലാസ് സാധാരണ ഇപ്പൊ നോമ്പായ കൊണ്ട് എന്തായാലും കിടക്കാനൊക്കെ ഒരു 12 മണിയൊക്കെ ആവും. പിന്നെ ചെറിയൊരു മോളുണ്ട്, അവള് കിടക്കാൻ തന്നെ 1 മണി 12 ആവും. അപ്പൊ അവിടെ ഇങ്ങനെ പാസ് നോക്കുന്നുണ്ട്. കാരണം നമുക്കൊരു മാസം എല്ലാവരും കൂടെ കിട്ടുന്നുള്ളൂ നാട്ടിലെത്തിയാല്. ഓക്കെ. ആ നമ്പറിൽ വാട്സപ്പ് ഉണ്ട്, എങ്ങനെയാ വിളിക്കാം? ഇത് ഇങ്ങനെ പകലൊക്കെ ഇങ്ങനെ നമ്മളൊരു ഗോ ത്രൂ ചെയ്യുമ്പോ, റീകളക്ട് ചെയ്യുമ്പോ ഡൗട്ട് വരും. അപ്പൊ എനിക്കൊന്ന് വിളിക്കണം തോന്നും. പക്ഷെ I don't have the number. That's why I'm asking you. Okay, no problem. വിളിച്ചോളൂ, പ്രശ്നമൊന്നുമില്ല. Okay, thank you. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എല്ലാരും ഹാപ്പി ആണെന്ന് വിചാരിക്കുന്നു.
അടുത്തൊരു പുതിയ തെറാപ്പിയായിട്ട് അടുത്ത സെഷനിൽ വരാം. Thank you so much. താങ്ക് യു. ഗുഡ് നൈറ്റ് ഓൾ.